ഒന്നാം സെഷൻ അവസാനിക്കുകയാണ്. രണ്ടാമതായി നേരത്തെ ചോദ്യം ചോദിച്ചവർ ഉത്തരം പറയുകയും മറുപടി പറഞ്ഞവർ ചോദ്യം ചോദിക്കേണ്ടതാണ്. സമയം വളരെ വൈകിയതുകൊണ്ട് തുടരുകയാണ്. 12:45 മുതൽ 2:10 വരെ. അസ്റഉ മുസ്തഈനൻ ബില്ലാഹി തആല മുതവക്കിലൻ അലൈഹി മുഫവ്വിദൻ അംരി ഇലൈഹി മുസ്തശ്ഫിഅൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ച് പ്രസംഗിക്കും. ആ പ്രസംഗത്തിൽ നിങ്ങൾ എന്ന ചില പദങ്ങൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ച് അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് സഹായം ചോദിക്കുന്നവർ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുന്നവർ, ബദരീങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നവർ, അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിച്ച് സഹായം ചോദിക്കുന്നവർ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളാണ് എന്നതിന് അല്ലാഹുവല്ലാത്ത ദൈവങ്ങളാണെന്നും ദൈവത്തിന്റെ പ്രത്യേകതയുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകൾ ആ വിശ്വാസപ്രകാരം വിളിച്ചു പ്രാർത്ഥിച്ചതിനെയും ആരാധിച്ചതിനെയും കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കാതെ മറ്റ് ദൈവങ്ങളുണ്ടെന്ന വിശ്വാസത്തോടെ വിളിച്ച് സഹായം ചോദിച്ച അതിനെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഞങ്ങളുടെ മുൻഗാമികളായ മുഴുവൻ ഇമാമിങ്ങളെയും തലയിൽ വെച്ച് കെട്ടി ഇമാമിങ്ങളും മുഴുവനും ശിർക്ക് ചെയ്തവരാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ഇവിടെ അവതരണത്തിൽ ശ്രമിച്ചു. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഖുർആൻ പരിഭാഷ സർവ പ്രസിദ്ധീകരണങ്ങളിലും നിങ്ങൾ എടുത്തു പറയുന്ന ഒരു പണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ആ ഇമാം അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് പാടുകയാണ്, ചൊല്ലുകയാണ്, പറയുകയാണ് യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ എന്നിങ്ങനെ ചൊല്ലിയിട്ട് പറഞ്ഞു യർഹദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമ കാന വലീദാ യർജു ബികൽ മഹയസ് സഈദ വബഅതഹു ബഅദൽ മമാതി ലൻ നഈമി ശഹീദാ സല്ല അലൈക അല്ലാഹു വസല്ല അലൈക വസല്ലമ അല്ലാഹു അല്ലദീ അഹ്യാ ബികൽ ഈമാന വത്തൗഹീദാ. ഈമാനിനെയും തൗഹീദിനെയും സജീവമാക്കിയ നേതാക്കളുടെ നേതാവായ നബിയെ, എന്റെ ദുനിയാവിലെ കാര്യത്തിലും ആഖിറത്തിലെ കാര്യത്തിലും പാപിയായ എനിക്ക് സങ്കടം പറയാനുള്ളത് അങ്ങയോടാണ് നബിയേ. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറാണ് ഈ ഇസ്തിഗാസ ചെയ്തത്. അദ്ദേഹം മുശ്രിക്കാണോ? എന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതി തുടങ്ങുമ്പോൾ മുസ്തശ്ഫിഅൻ ബി റസൂലില്ലാഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ടാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നതെന്ന് പറയുന്നു. ആ ഇമാം നവവി ശിർക്ക് ചെയ്ത മുശ്രിക്കാണോ? ചോദ്യം. പിന്നെയും ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി കാല് തളർന്നപ്പോൾ അതാ യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചു എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഇത് രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ നമ്മളെ അവർ ചോദിക്കുകയും ഞങ്ങൾ ഉത്തരം പറയുകയും ചെയ്യാം. അദ്ദേഹം നേരത്തെ പ്രസംഗിച്ചപ്പോ ഇബ്നു കസീറിലെ ഒരു ഉദ്ധരണി വായിച്ചിട്ട് യുർഷിദു തആല അൽ വിസാത വൽ മുദ്ലിമീന എന്നൊക്കെ വായിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് റസൂലിനെ ബാധിക്കുന്ന ഒരു തെറ്റ് ചെയ്തപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞതാ. അത് നമ്മളെ വിഷയമേ അല്ല. ഇവിടെ മൂപ്പരെ ചോദ്യം, ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അദ്ദേഹം മുശ്രിക്കാണോ? മൊയ്തീൻ ശൈഖ് വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മുശ്രിക്കാണോ? നവവി വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മുശ്രിക്കാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് കോച്ചിയപ്പോൾ നബിനെ വിളിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മുശ്രിക്കാണോ?
അതിന് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു ചർച്ച ഉണ്ട്, അവിടെ ചോദിച്ചോളിങ്ങൾ. വ്യക്തികളെ തയ്യീൻ ചെയ്ത് കാഫിറാണെന്നും മുശ്രിക്കാണെന്നും പറയുന്നതിനെ കുറിച്ച് നിലപാട് എന്താണെന്ന് അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം ആ വിഷയം വെച്ചത്. ആ വിഷയത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളത് മറുപടി പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉത്തരം പറയുന്ന സന്ദർഭമായതുകൊണ്ട് പ്രത്യേകം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പറഞ്ഞ പണ്ഡിതന്മാരാരും തന്നെ ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് മനസ്സിലാക്കുക സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ്. സഹീഹുൽ ബുഖാരിയിൽ അല്ല. അൽ അദബുൽ മുഫ്രദ് റവാഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഹദീസ് അറിയുന്നവർക്കറിയാം സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതിനെ സംബന്ധിച്ചാണ് പറയാറ്. അല്ലെങ്കിൽ വേറെ പറയണം റവാഹുൽ ബുഖാരി ഫി അദബിൽ മുഫ്രദ് അല്ലെങ്കിൽ ഫി താരീഖിൽ കബീർ എന്ന് പറയണം. അപ്പൊ അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം സഹീഹുൽ ബുഖാരി അല്ലത് അൽ അദബുൽ മുഫ്രദിലാണ്. അതിന്റെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇത് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയാൻ ഞങ്ങളാളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ വാദത്തിലുള്ളത്, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, അതുപോലെ തന്നെ ബദരീങ്ങളെ കാക്കണേ, ഇതുപോലെ അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അതായത് പ്രാർത്ഥന, അത് അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. അത് ശിർക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും അവരെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായിട്ട് മുൻഗാമികളെ ഒരു ഗ്രന്ഥത്തിലും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ പറയാൻ സാധ്യമല്ല. സലഫു സാലികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികൾ, പിന്നെ അവിടുത്തെ പിൻപറ്റിയ താബിഈകൾ, പിന്നെ താബിഉ താബിഈകൾ, ഇങ്ങനെ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിമീങ്ങൾ ആരും തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടിയതായിട്ട് പ്രാർത്ഥിച്ചതായിട്ട് ഒരൊറ്റ സഹിഹായ റിപ്പോർട്ടിലും വന്നിട്ടില്ല. ഒരൊറ്റ മുസ്ലിം അത് ചെയ്യൂല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അവർക്ക് ശരിക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇലാഹിന് അർത്ഥം അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ എന്നാണ്. ഇബാദത്തിന് പ്രമുഖമായ ഒന്നാണ് ദുആ. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആ പ്രാർത്ഥന അല്ലാഹു അല്ലാഹുവോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഇബാദത്തായി, അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തായി. ഇബ്നു ഹജർ അസ്കലാനിയുടെ പേരിലുള്ള പാട്ട്, അതിൽ അദ്ദേഹം അതിന് തെളിവ് പറഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കലും തന്നെ ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹം പാടിയത് ഇവിടെ ഉദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ശിർക്ക് അവരാരും തന്നെ പ്രചരിപ്പിച്ചിട്ടില്ല, അവരാരും തന്നെ അത് തെളിവാക്കിയിട്ടുമില്ല. ഞങ്ങൾക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ മറുപടി പറയേണ്ട ബാധ്യതയുള്ളത്. ഇവിടെ ആകെ ഉദ്ധരിച്ചത് ഒരേ ഒരു ഹദീസ് മാത്രമാണ്. അത് തെളിവിന് കൊള്ളുന്ന ഹദീസേ അല്ല. അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ച ഹദീസ് തെളിവിന് കൊള്ളുന്ന ഹദീസല്ല. അദ്ദേഹം ഉദ്ധരിച്ചതിന്റെ സനദ് കൂടി ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. കാരണം അദ്ദേഹം ഉദ്ധരിച്ച 2-3 റിപ്പോർട്ടുകൾ ആ വിഷയത്തിലുണ്ട്. താരീഖുൽ കബീറിൽ ഉദ്ധരിച്ചതല്ല, അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതാണെങ്കിൽ അത് സഹീഹല്ല, അത് തെളിവ് പറ്റുകയില്ല. അതുകൊണ്ട് ഇമാം ബുഖാരി അതിന്റെ പേരിൽ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന വാദം ശരിയല്ല. സുഹൃത്തുക്കളെ, സാധാരണയായി കാലിന് കോച്ചിപ്പിടുത്തമോ മസിൽ കയറലൊക്കെ ഉണ്ടാകുമ്പോ അയാളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ആരെങ്കിലും പേര് പറയേ എന്ന് പറയാറുണ്ട് സാധാരണ. അങ്ങനെ പേര് പറയുമ്പോൾ ചിന്താമാറ്റം ഉണ്ടാകും. ചിന്താമാറ്റം ഉണ്ടാകുമ്പോ കാലിന്റെ തരിപ്പ് വിടും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാറുള്ളത്. അത് പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾ കാമുകിയുടെ പേര് പറഞ്ഞിട്ടും അതുപോലെ അവരുടെ പേര് കേട്ടിട്ടും പേരെടുത്തു പറഞ്ഞിട്ടും ഒക്കെ അവരെ തരിപ്പിന് ശമനം വരുത്താറുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള തർക്കമുള്ള വിഷയമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായം തേടി എന്നതിനാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അത് സഹീഹായ ഹദീസ് ആയിരിക്കണം. കാരണം നമ്മുടെ വ്യവസ്ഥയിലുണ്ട് പരിശുദ്ധ ഖുർആൻ, സഹീഹായ ഹദീസ്. അത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ പ്രമാണം. ആ പ്രമാണത്തിൽ അതില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പ്രമാണത്തിനോട് യോജിച്ച രൂപത്തിൽ ബുഖാരി അദ്ദേഹം ഉദ്ധരിക്കാത്തതുകൊണ്ട് അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇതിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇബ്നു ഹജർ അസ്കലാനിയും ഈ കവിത ചൊല്ലിയതിനു ശേഷം ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുസ്ലിം ലോകം ഒന്നിച്ചംഗീകരിക്കുന്ന മാനദണ്ഡമാണ് ഹദീസാണെങ്കിൽ സഹീഹായിരിക്കണം. പരിശുദ്ധ ഖുർആനോ സഹീഹായ ഹദീസോ മാത്രമേ പ്രാമാണികമായി അഖീദ വിഷയങ്ങളിൽ സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോ ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗാസ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ശിർക്ക് പ്രചരിപ്പിച്ചവരും മുശ്രിക്കീങ്ങളുമാണോ എന്നാണ് എന്റെ ചോദ്യം. അതിന് അദ്ദേഹം പറയുന്നത് ഖുർആൻ കൊണ്ട് തെളിയിക്കണം. ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയമാണ്, തെളിയിക്കേണ്ടത് നിങ്ങളാ. ചോദ്യം ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ചോദ്യം ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. മറുപടി പറയുന്ന ആളാ ഖുർആൻ കൊണ്ട് തെളിയിക്കേണ്ടത്. ചോദ്യം എന്താ, മറുപടി എന്താന്ന് മനസ്സിലാക്കണ്ടേ നിങ്ങൾ. ചോദ്യം ചോദിക്കുന്ന ആൾ ഖുർആൻ കൊണ്ട് ചോദ്യം ചോദിക്കാൻ. വഹീദ് ഷെയ്ഖ് ഖുർആൻ ഉണ്ടാവും. ഖുർആൻ അറിവിൽ എത്ര കൊല്ലം കഴിഞ്ഞാ വഹീദ് ഷെയ്ഖ് വന്നത്?
അതുപോലെ ബദരീങ്ങളിൽ ഖുർആൻ ഉണ്ടാവോ? ചോദ്യം ചോദിക്കുന്ന ആളല്ല ഖുർആൻ ഉദ്ധരിക്കേണ്ടത്, മറുപടി പറയുന്ന ആളാ ഉദ്ധരിക്കേണ്ടത്. അതല്ല ചോദ്യം ചോദിക്കുന്ന ആൾ ഖുർആൻ ഉദ്ധരിക്കണമെന്ന് ഇപ്പം പറയുന്നത്. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് വാദപ്രതിവാദമാണ്, ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു. ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ സ്വന്തം അദ്ദേഹം ചൊല്ലിയതാണ്. നിഷേധിക്കാൻ നിങ്ങളുണ്ടോ? നിഷേധിച്ചോ? നമുക്ക് തെളിയിക്കാം. ഞാൻ തെളിയിക്കാം. യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ എന്ന് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ സഹായങ്ങളും യർജൂ ബികൽ മഹ്യസ് സഈദ വബഅസഹു ബദൽ മമാതി ലന്നഈമി ഷഹീദാ, ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം തങ്ങൾ എനിക്ക് തരണം എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് തങ്ങളെ കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തങ്ങൾ മുഖേന എനിക്ക് കിട്ടണം. ഞാൻ തുടക്കം മുതലേ തങ്ങളെ മുറുകെ പിടിച്ച അനുയായിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി ചൊല്ലി. ആ ഇബ്നു ഹജറുൽ അസ്ഖലാനി ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദ്യം. അതിന്റെ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ വേറെ ഒന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇമാം ബുഖാരി അദബുൽ മുഫ്രദിലാണ് എഴുതിയത്. അദബുൽ മുഫ്രദിൽ ശിർക്ക് എഴുതാൻ പറ്റും ഏത് ഖുർആനിലുള്ളത്? അദബുൽ മുഫ്രദ് കടലാസ് നോക്കിയിട്ടാ ശിർക്ക്, ഏത് കടലാസിലാണ് എഴുതേണ്ടത് നോക്കിയിട്ടാ ശിർക്ക്. അദബുൽ മുഫ്രദിൽ എഴുതിയാലും ഇമാം ബുഖാരി എഴുതിയില്ലേ അത്? അപ്പൊ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ ഇമാം ബുഖാരി? അതിന്റെ സെനതൊന്നും ഞങ്ങൾക്ക് നോക്കണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോ. മറുപടി വേണ്ട നിങ്ങളാ. സെനദല്ല വിട്ട വിഷയം. ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ചുവോ എന്നതാണ് വിഷയം. ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ചുവോ? നിങ്ങൾ പറഞ്ഞല്ലോ അദബുൽ മുഫ്രദിൽ അങ്ങനെയുണ്ട്, റസൂലുള്ളാഹിനെ വിളിച്ചതുണ്ട്. പിന്നെ നിങ്ങളൊരു ന്യായം അത് കാല് തരത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, അതൊരു സഹായം തന്നെയല്ലേ? കാല് തരത്ത് അറിയാതിരിക്കാനാണെങ്കിലും സഹായം തന്നെയല്ലേ അത്? അപ്പൊ വിളിച്ചപ്പോ സഹായം കിട്ടാൻ വേണ്ടിയല്ലേ വിളിച്ചത്? സഹായം ചോദിക്കരുതെന്നല്ലേ നിങ്ങളുടെ വാദം? സഹായം ചോദിച്ചതല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇമാം നബവി അതുപോലെ ഓരോ ഇമാമിങ്ങളും ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണോ എന്റെ ചോദ്യം. ഇനി ഇബ്നു കസീറിലെ ജീവിതകാലത്താണ് എന്ന് എവിടെ പറഞ്ഞു? തെറ്റ് ചെയ്തു പോയവരോട് എന്നല്ലാതെ ജീവിതകാലത്ത് നിങ്ങളെ കീശയെന്ന് കൂട്ടിയതാണ്. അങ്ങനെ കിതാബിലില്ല. തെറ്റ് ചെയ്തവരോട് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് എന്നാണ്. അല്ലെങ്കിൽ ജീവിതകാലത്ത് മാത്രം എന്ന് നിങ്ങൾ അത് കാണിച്ചു തരൂ. ഇവിടെ കിതാബ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, നിങ്ങൾ കാണിച്ചു തരൂ. അങ്ങനെ ഒന്ന് നിങ്ങൾ ആ മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെ മുന്നിൽ വെച്ച് നടക്കൂല, അതൊക്കെ നിങ്ങൾ സാധാരണ പ്രസംഗത്തിൽ നടക്കും. അപ്പൊ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ല. മുശ്രിക്കാണെന്നോ അല്ലെന്നോ നിങ്ങൾ പറഞ്ഞില്ല. അത് അടുത്തതിന് പറയാന്നാ പറയുന്നത്. ഈ പണ്ടാരോ പറഞ്ഞതുപോലെ ഈ ആട്ടിയിട്ട് കൊണ്ടുപോകും പിണ്ണാക്ക് കൊടുക്കാത്ത ആളാണോ പിന്നെ വീട്ടിൽ ചെന്നാൽ എണ്ണ കൊടുക്കുന്നത്? അത് കിട്ടൂല നിങ്ങളുടെ മറുപടി. അതുകൊണ്ട് ഇപ്പൊ മറുപടി ഉണ്ടെങ്കിൽ പറയാ, പിന്നെ പറയാന്ന് പറയാനല്ല വാദപ്രതിവാദം. ഇപ്പോൾ പറയാം, പിന്നെ ഉണ്ടാവുമല്ലോ എന്ന് ആർക്കും ഉറപ്പുണ്ട്? അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ, നമ്മൾ ജീവിച്ചിരിക്കുമല്ലോ. തൗഹീദിന്റെ കാര്യ ഇവിടെ ശിർക്കാ ചെയ്യാൻ പോകുന്നത്. കുറച്ചു നേരത്തെ വീട്ടി വെച്ചാൽ നമ്മൾ ആർക്കും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശിർക്കിലാ വയ്ക്കുക. അതുകൊണ്ട് ഉടനെ നിങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ശിർക്കും ഒഴിവാക്കാൻ വേണ്ടത്. പിന്നെ നീട്ടി വെക്കേണ്ട വിഷയമല്ല തൗഹീദ്. ഇനി ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ. രണ്ടാമത്തെ ചോദ്യം. കാല് കോച്ചിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയാണ് നമ്മുടെ തർക്ക വിഷയം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അദബുൽ മുഫ്രദിലെ റിവായത്തിൽ ഉള്ളത് ഖദിറത്ത് ഇബ്നു ഉമർ ഫഖാല ലഹു റജുലുൻ ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക ഫഖാല മുഹമ്മദ്. ഇബ്നു ഉമർ റളിയല്ലാഹു കാല് കോച്ചി. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ പേര് പറ. ഉദ്കുർ ഫഖാല മുഹമ്മദ്, മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോൾ കാലിന്റെ കോച്ചിപ്പിടുത്തം വിട്ടു എന്നാണ്. ഇത് സാധാരണ ജാഹിലിയ്യ കാലത്ത് കാഫിറുകൾ പോലും ചെയ്യാറുണ്ടെന്ന് ഇബ്നു സുന്നിയുടെ അവല്ലയിലെ പോലെ ഉള്ളതിൽ കാണാൻ സാധിക്കും. ഇദാ ഖാദിറത് റിജ്ലി ദാഉതു ഇബ്നു മുസ്അബി ഫഇൻ ഖുൽതു അബ്ദല്ലാഹ് അജ്ലാ ഫുതൂറഹാ വല്ലാഹി മാ ഖദറത് റിജ്ലി വമാ അഥറത് ഇല്ലാ ദകർതുകി ഹത്താ യദ്ഹബൽ ഖദറു. മൗസിനി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള കവികൾ പോലും അത് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ പേര് പറയുമ്പോ മസിൽ കയറിയത് അങ്ങനെ ശരിയാകും. കാരണം എന്താ? ശ്രദ്ധ മാറ്റുക എന്നത് മാത്രമേ അതിലുള്ളൂ. മാത്രമല്ല അതിൽ യാ മുഹമ്മദ് എന്ന് മുസ്ലിയാർ പറഞ്ഞതാണ്. അദബുൽ മുഫ്രദിലെ റിവായത്തിൽ യാ മുഹമ്മദ് എന്നില്ല. മാത്രമല്ല അബൂ ഇസ്ഹാഖ് സബീഇ എന്ന് പറയുന്ന മുദല്ലിസായ റാവി അതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അബൂ ഇസ്ഹാഖ് സബീഇ എന്ന മുദല്ലിസ് ഉള്ളത് കൊണ്ട് അത് സ്വീകാര്യോഗ്യമായ ഒരു തെളിവേ അല്ല.
മാത്രമല്ല അതിൽ പ്രാർത്ഥനയില്ല. സഹിയാണെന്ന് വന്നാൽ തന്നെ പ്രാർത്ഥനയില്ലല്ലോ. മാനസിക മാറ്റത്തിലൂടെ രോഗശമനം എന്നത് ഒരു അന്ധവിശ്വാസമായിട്ട് പൂർവികർ കണ്ടിട്ടില്ല. കാമുകിയുടെ പേര് പറഞ്ഞപ്പോ കോച്ചിയകാൽ ശരിയായ കവിതകളാണ് ഞാൻ വായിച്ചത്. ഇത് ചിലപ്പോ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ഉണ്ടാവും. കാല് ധരിക്കുമ്പോ ഇഷ്ടപ്പെട്ട ഒരാളെ ഓർക്കുകയോ അയാളെ പേര് പറയുകയോ ചെയ്താൽ പെട്ടെന്ന് കാലിന്റെ കോച്ചൽ വിടും, ശരീരോഷ്മാവ് വർദ്ധിക്കും, രക്തപ്രവാഹം വർദ്ധിക്കും, അപ്പൊ കോച്ചിപ്പിടുത്തം വിടും. ഇത് സാധാരണയായി എല്ലാവരും പ്രയോഗിക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് സഹായം തേടി എന്ന് അതിലില്ല. ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക. ഫഖാല മുഹമ്മദ് നബി എന്ന് പറഞ്ഞപ്പോ കാലിന്റെ കോച്ചിപ്പിടുത്തപ്പെട്ടു. അതാ നബി ഇസ്ഹാഖിൻ അൻ അബ്ദുറഹ്മാൻ ബിൻ സഅദീൻ എന്ന് പറഞ്ഞാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തർക്കത്തിലുള്ള ഇസ്തിഗാസക്ക് അതിൽ തെളിവില്ല. അവിടെ റസൂലിനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥനയുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ അത് പറയേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇബ്നു ഹജർ അസ്കലാനിയുടെ ഒരു കവിത പറഞ്ഞു. അദ്ദേഹം എവിടെയാണത് പറഞ്ഞത്? അത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഹജർ അസ്കലാനി ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതിന് പകരം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരൊന്ന് ഇങ്ങോട്ട് പറയാണ്. ഇബ്നു ഹജർ അസ്കലാനി അത് സനദ് സഹിതം റസൂലിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു ഹദീസല്ല, അദ്ദേഹത്തിന്റെ ഒരു കവിതയായി പറയപ്പെടുന്നതാണ്. ഈ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കവിത അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. ഏത് ഗ്രന്ഥത്തിലാണെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കാനോ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞെന്ന് നോക്കാനോ നമുക്ക് നിർവാഹമില്ല. ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രധാന ചർച്ച അതാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടെന്നോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ടെന്നോ അല്ല. അദ്ദേഹം പറഞ്ഞു ഇബ്നു ഹജറിന്റെ പാട്ടിലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിയെ തഅയ്യിൻ ചെയ്ത് കാഫിറാക്കുക എന്നത് ഞങ്ങളെ വിഷയമല്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ വിഷയമല്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ചർച്ച അതാണ്. അങ്ങനെ കാഫിറാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്ന് ഞങ്ങളെന്ന് നിങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സൽസബീലിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ നേരത്തെ നമ്മുടെ മധ്യസ്ഥൻ സ്വാഗത പ്രസംഗത്തിൽ വ്യവസ്ഥകൾ വായിച്ചപ്പോ, നിബന്ധനകൾ വായിച്ചപ്പോ നിങ്ങൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് പറയേണ്ട സമയത്ത് നമ്മളത് പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം ഇസ്തിഗാസയാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നത് അത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നു. അതിന് ഖുർആനിലും ഹദീസിലും തെളിവുണ്ടെന്നാണ് നിങ്ങളുടെ വിഷയ അവതരണത്തിൽ നിങ്ങൾ പറഞ്ഞത്. അത് ശരിയല്ലെന്ന് ഞങ്ങൾ ഉത്തരം പറഞ്ഞ സന്ദർഭത്തിൽ, ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ സമർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ 1.25 മണിക്കൂർ കഴിഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നവവി ആയാലും മുഹയ്യിദ്ദീൻ ശിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആയാലും ഇബ്നു ഹജർ അസ്കലാനി ആയാലും അവരെ ഏതെങ്കിലും ഒരു വാചകം പിടിച്ചിട്ട് അദ്ദേഹം മുശ്രിക്കാണോ എന്ന് പറയുന്ന രീതി സലഫുകളുടെ രീതിയല്ല. അദ്ദേഹം അത് പറഞ്ഞിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അവരാരും ബോധപൂർവം ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ല. അവരതിനെതിരായിരുന്നുവെന്ന് അവരെ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നയാൾ മുശ്രിക്കാണോ, ഇന്നയാൾ ശിർക്ക് പ്രചരിപ്പിച്ചോ എന്നതല്ല. ശിർക്ക് എന്താണ്? നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. ആ വിഷയത്തിനാണ് ഉദ്ധരിക്കേണ്ടത്. നിങ്ങൾ ഉദ്ധരിച്ച അദബുൽ മുഫ്രദിലെ ഇബ്നു ഉമറിന്റെ കാലുകോച്ചിയ സംഭവം, അതിൽ ഇസ്തിഗാസയില്ല, സഹായം തേട്ടമില്ല, അതിൽ റസൂലുള്ളാഹിനെ വിളിച്ചുള്ള പ്രാർത്ഥനയും ഇല്ല. അത് വിഷയത്തിന് തെളിവല്ല, തർക്ക വിഷയവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല അബൂ ഇസ്ഹാഖ് സബീഇ അപ്പോ യാ മുഹമ്മദ് എന്ന് വിളിച്ചത് ഇസ്തിഗാസയല്ല എന്നത് നിങ്ങളെ വാദമാണ്. നിങ്ങളെ വാദമല്ല നിങ്ങൾ പറയേണ്ടത്, തെളിവാ പറയുന്നത്. യാ മുഹമ്മദ് എന്ന് വിളിച്ചത് ഇസ്തിഗാസയാണ് എന്ന് അറബിയും വിവരവും കാര്യവിവരവുമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു. അവിടെ പറയാണ് വകഅന്നഹു റളിയല്ലാഹു തആല അൻഹു, സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖസദ ബിഹി, ആ വിളി കൊണ്ട് ഉദ്ദേശിച്ചു ഇൽഹാറൽ മഹബ്ബത്തി ഫീ ളിംനിൽ ഇസ്തിഗാസതി, ഇസ്തിഗാസയുടെ ഉള്ളിൽ അതാ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇസ്തിഗാസ ചെയ്യുക എന്നത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. അങ്ങനെയാണ് ഇമാമിങ്ങളെ കിതാബിൽ എഴുതി വെച്ചത്, പണ്ഡിതന്മാരെ ഗ്രന്ഥത്തിൽ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഏത് കിതാബിലാ പറഞ്ഞത് നോക്കാതെ പറയാൻ കഴിയില്ല. എന്നാ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ പോരായിനോ ചുരുക്കോ അല്ലേ എന്നുള്ളത്
നിങ്ങൾ ശിർക്കാണെന്ന് പറയുമ്പോൾ കിതാബ് നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിക്കുന്നു ഞങ്ങളെ മുന്നിൽ. നിങ്ങൾ ഈ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ശിർക്ക് ചെയ്തവരായി ചിത്രീകരിക്കുമ്പോ കിതാബുകൾ നോക്കാതെ ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ഫത്വ കൊടുക്കാൻ? മുസ്ലിം ലോകം മുഴുക്ക ശിർക്ക് ചെയ്തവരാണ് എന്ന് പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇബ്നു ഹജർ അസ്ഖലാനിയുടെ സ്വന്തം കിതാബിന്റെ കയ്യിലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ ഇവിടെ മധ്യസ്ഥന്മാരെ മുന്നിൽ വെച്ച് പരിശോധിക്കാൻ വേണ്ടി തരൂ. നിങ്ങൾ നിഷേധിക്കൂ ഇത്. ഇബ്നു ഹജർ നിങ്ങൾ കിതാബ് ഓതിയിട്ടില്ല ഇവിടെ വന്ന് സമ്മതിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമല്ലേ? ഞങ്ങൾ ഓതിയിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിച്ചവരെ മുന്നിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടല്ലേ വാദപ്രയോഗത്തിൽ വരേണ്ടത്. ഉച്ചന്റെ ശേഷം പറയാം, ഇപ്പൊ പറയാൻ കഴിയാത്ത നിങ്ങളോ? നിങ്ങളെ വാദം നിങ്ങൾ വായിച്ചു നോക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിനോടോ അതുപോലെ ബദരീങ്ങളോടോ സഹായം ചോദിച്ചാൽ മുശ്രിക്കാവുകയില്ല. ചോദ്യമാണ്, ഇങ്ങനെ വിളിച്ചവർ മുശ്രിക്കാണോ? ഇബ്നു ഹജർ അസ്ഖലാനി വിളിച്ചു, ഇമാം നവവി ശഫാഅത്ത് ചോദിച്ചു, മുഹീദ്ദീൻ ശൈഖുല്ലാഹ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ഈ മഹാന്മാർ മുശ്രിക്കുകളാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇതുപോലെ ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിക്കുന്നു. അതിന് മറുപടി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് രണ്ടാമത്തതിലേക്ക് കടക്കുക. നിങ്ങൾ ഇവിടെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്തവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച മുഴുവൻ ആയത്തുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവരെ കുറിച്ചുള്ളതാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കാത്തവരെ കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ആയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവതരിക്കുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാമോ? എന്റെ ചോദ്യമാണ്. രണ്ട് ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, ഈ ഇസ്തിഗാസ ചെയ്തവരും ഇസ്തിഗാസ എഴുതി മുസ്ലിം ലോകത്ത് പ്രചരിപ്പിച്ചവരുമായ ഇമാം ബുഖാരി അടക്കമുള്ളവർ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണോ? ഒന്നാം ചോദ്യം. രണ്ടാമത്തേത്, മുശ്രിക്കുകളുടെ കാലത്ത്, അറേബ്യൻ മുശ്രിക്കുകൾ റസൂലുള്ളാഹ് പ്രചരിപ്പിച്ച കാലത്ത്, തൗഹീദ് പ്രചരിപ്പിച്ച കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുശ്രിക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളെ പേര് പറയാമോ? രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സർവ്വ മഹല്ലുകളിലും ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട്, സർവ്വ സ്ഥലത്തും അടുപ്പ് കൂട്ടിയതുപോലെ പള്ളി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വാസ്തവത്തിൽ പള്ളി ഉണ്ടാക്കൽ പ്രശ്നമല്ല, പക്ഷേ നിങ്ങളത് ഇബാദത്ത് ബാത്തിലാക്കാൻ വേണ്ടിയാണ് പള്ളി ഉണ്ടാക്കുന്നത്. ഇവിടെ വായിച്ചത് അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഉണ്ട് എന്നാണ്. അത് ഞങ്ങള് ഇപ്പം വിട്ടുപ്പോ ഇബ്നു സുന്നിന്റെ റിവായത്തിന് മുല്ലാ അലിയുൽ ഖാരി നൽകിയ വിവരണ പറഞ്ഞത്. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറ. അപ്പൊ മുഹമ്മദ് മുഹമ്മദ് എന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ അതങ്ങ് നീങ്ങി. നിങ്ങൾ വായിച്ച ഇബ്നു സുന്നിയുടെ റിവായത്താണ്, അതിന്റെ കാര്യവും പോക്ക് തന്നെയാണ്. പിന്നെ അദ്ദേഹം ഇത് വിശദീകരിച്ചതിനെ സംബന്ധിച്ച് ഞാനൊന്ന് പറയാം. ഫഖീല ലഹു ദുഖുർ അഹബ്ബൻ നാസി ഇലൈക യസൂലു അൻക. അത് മുല്ലാ അലിയുൽ ഖാരി പറയാണ്, ബിളമ്മിസായി ഐ യസൂലു അൻക ഹാദൽ ഇൻകിബാബ്. ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറഞ്ഞാൽ ഈ കോച്ചിപ്പിടുത്തം നീങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഞരമ്പുകൾക്കുണ്ടാകുന്ന ഒരു വികാസം. അപ്പോൾ അദ്ദേഹം ഉറച്ച സ്വരത്തിൽ യാ മുഹമ്മദാഹ്. ഈ യാ മുഹമ്മദാഹ് എന്നാ എന്താ? അത് ഇസ്തിഗാസയാ. കേട്ടോളൂ. ബിസുകൂനിൽ ഹായി ലിന്നുദ്ബ. അത് നുദ്ബക്കാണ്. നുദ്ബന്റെ പ്രയോഗം നിങ്ങൾക്കറിയില്ലേ? ഒരാളെ വിളിക്കുന്ന പ്രയോഗമല്ലാതെ ഒരു നാമത്തിന് മുമ്പ് യാ എന്നും ഒടുവിൽ ഹാ എന്നും ചേർത്താൽ അതിന് നുദ്ബ എന്നാണ് അറബി ഗ്രാമറിൽ പറയാ. ഒരാളുടെ വിരഹത്തിലുണ്ടാകുന്ന ദുഃഖം വിളിയുടെ രൂപത്തിൽ വെളിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിനുള്ള ദുഃഖം, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും മനസ്സിൽ സ്ഥാപിച്ച് ചിന്താമാറ്റമുണ്ടാക്കി തരിപ്പ് ശമിപ്പിക്കുക, കോച്ചിപ്പിടുത്തം ശമിപ്പിക്കുക എന്നാണ് മുല്ലാ അലിയുൽ ഖാരി പറഞ്ഞത്. കഅന്നഹു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് കഅന്നഹു റളിയല്ലാഹു തആല അൻഹു ഖസദ ബിഹി ഇദ്ഹാറൽ മഹബ്ബത്തി ഫീ ലിംനിൽ ഇസ്തിഗാസ. ഇസ്തിഗാസ എന്ന പാഠമാണ് പോ നമ്മൾ ഇസ്തിഗാസക്ക് തെളിവായി എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്തിഗാസ എന്താണ്? ഇദ്ദേഹത്തിന് ആ പേര് പറഞ്ഞിട്ട് ഈ കോച്ചിത്തരിപ്പ് മാറ്റാൻ വേണ്ടി അതിലൂടെ സഹായം തേടുകയാണ്, അല്ലാതെ നബിയോട് ഇസ്തിഗാസ നടത്തുക എന്നല്ല.
തെറ്റിദ്ധരിപ്പിക്കരുത്. കാന്നഹു എന്നതിനെ ഉപയോഗിച്ചത് കാന്നഹു നബിയുടെ വിയോഗത്തിനുള്ള ദുഃഖവും നബിയോടുള്ള സ്നേഹവും മനസ്സിൽ സ്ഥാപിച്ച് ചിന്താമാറ്റമുണ്ടാക്കി ധരിപ്പ് ശമിപ്പിക്കാൻ വേണ്ടി സഹായം തേടുക. റസൂലിനോട് സഹായം തേടുക എന്നല്ല, സഹായകരമാക്കുക എന്ന അർത്ഥത്തിലാണ് അവിടെ ഇസ്തിഗാത്ത് ഉപയോഗിച്ചത്. മാത്രമല്ല ഇത് നുതുബയാണ്. നുതുബയും നിജാവും അറിയാത്തവരാണോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ? ഒരുപാട് മുതഅല്ലിമീങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, മുദരിസീങ്ങൾ ഇരിക്കുന്നുണ്ട്. യാ എന്ന് ആദ്യം പറയുകയും ഒടുവിൽ ഹ എന്ന് ചേർക്കുകയും ചെയ്താൽ അത് നുതുബ എന്നാണ് പറയുക. ഞാൻ പറഞ്ഞതല്ല, മുല്ല അലിയുൽ ഖാരിയുടെ അദ്ദേഹത്തിന്റെ ശറഹു ശിഫയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു ബിസുകൂനിൽ ഹായി യാ മുഹമ്മദാ എന്നാണ്. അത് ബിസുകൂനിൽ ഹായി ലിന്നുതുബ വകഅന്നഹു റളിയല്ലാഹു തആല അൻഹു ഖസദ ബിഹി ഇൽഹാറൽ മഹബ്ബതി ഫീ ളിൽ ഇസ്തിഗാസതി ഫന്തശറത് റിജ്ലുഹു ഫിൽ ഫൗരി. കണ്ടോ, അപ്പൊ നുതുബയാണത്. അവിടെ ഇസ്തിഗാസ ഇല്ല, ഒരാളെ വിളിക്കുക എന്ന പ്രയോഗം തന്നെ ഇല്ല, നബിയോട് ഇസ്തിഗാസ നടത്തിയെന്നില്ല. ചിന്താമാറ്റമുണ്ടാക്കി രോഗശമനത്തിന് തേടുകയും അതിലൂടെ നബിയോടുള്ള സ്നേഹപ്രകടനവും ആവാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനാ കാന്നഹു ഉപയോഗിച്ചത്. അങ്ങനെ ആവാം എന്ന് വ്യക്തമാക്കാനാണ് കാന്നഹു അദ്ദേഹം ഉപയോഗിച്ചത്. റസൂലിനോടുള്ള ഇസ്തിഗാസ എന്ന് അതിലില്ല. ഇസ്തിഗാസ എന്ന പദം കണ്ടപ്പോഴേക്കും കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടുകയാണ്. അത് തന്നെയും ദുർബലമായ ഒരു ഹദീസാണ്. ദുർബലമായ ഹദീസാണ് ഇബ്നു സുന്നി ഉദ്ധരിച്ചിട്ടുള്ളത്. ഇബ്നു സുന്നിയുടെ റിവായത്ത് നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതും സുഹൃത്തുക്കളെ തെളിവിന് കൊള്ളുന്നതല്ല. നമ്മുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മൾ ഉദ്ധരിക്കുന്നത് സഹീഹായതായിരിക്കണം. അബൂ ഇസ്ഹാഖ് അസ്സബീഇ അൻ അബീ ശുഅബ ഖാല കുന്തു അംശി മഅ ഇബ്നു ഉമർ ഫഖദിറത് റിജ്ലുഹു ഫജലസ ഫഖാല ലഹു റജുലുൻ ഉദ്കുറ ഹബ്ബൻ നാസി ഇലൈക് ഫഖാല യാ മുഹമ്മദാ ഫഖാമ വമശാ. കണ്ടോ, ഇതാണ് അബൂ ഇസ്ഹാഖ് അസ്സബീഇ എന്ന് പറയുന്ന മുദല്ലിസായ റാവിയുണ്ടതിൽ. മുദല്ലിസിന്റെ അൻഅനത്ത് ഹുജ്ജത്തിന് പറ്റുകയില്ല എന്ന് എല്ലാ ഉസൂലുൽ ഹദീസിന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യവസ്ഥ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രമാണങ്ങൾ, ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തെ പ്രമാണം സഹീഹായ ഹദീസാണ്. സഹീഹായ ഹദീസിൽ നിന്നാണ് നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്, സഹീഹായ ഹദീസ് അല്ല. നേരത്തെ നിങ്ങൾ അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു അദബുൽ മുഫ്രദിൽ ഇല്ല. അപ്പൊ മൂപ്പർ നേരെ ശറഹു ശിഫയിലേക്ക് ചാടി. ശറഹു ശിഫയിൽ എടുത്തു കൊടുത്തത് യാ മുഹമ്മദാഹ് എന്ന നുതുബയുടെ പ്രയോഗമുള്ള ഇബ്നു സുന്നിയുടെ അമലുൽ യൗമി വൽ ലൈല എന്ന റിവായത്താണ്. ആ റിവായത്താണ് ശിഫയിൽ എടുത്തു കൊടുത്തത്. അതാണ് മുല്ലാലിയും കാര്യം വിശദീകരിച്ചത്. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസത്തിൽ യാതൊരു തെളിവുമില്ല. ഒന്നാമത് അത് തെളിവിന് പറ്റുന്നതല്ല, അതിന്റെ സനദ് ലഈഫായ ദുർബലമായ സനദാണ്. രണ്ടാമത് ഇവിടെ ഒരിക്കലും തന്നെ വെളിയില്ല, നുതുബയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരഹത്തിൽ ഉണ്ടാകുന്ന ദുഃഖം. ഏതായാലും എന്റെ ഒരു ചോദ്യം തൊട്ടില്ല. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല, രണ്ടാമത്തേനും പറഞ്ഞില്ല. യാ മുഹമ്മദാ എന്ന സ്ഥലത്ത് യാ ഇല്ലേ? യാ ഉണ്ട്. അവിടെ എന്താണ്? ഫസാഹ ഐ ഫനാദാ ബിഅലാ സൗതിഹി, വലിയ ശബ്ദത്തിൽ വിളിച്ചു യാ മുഹമ്മദാ. അത് നുതുബയാണ് എന്ന് പറഞ്ഞു. നുതുബ എന്ന് പറഞ്ഞാൽ എന്താ? വേദനിച്ച് വിളിക്കുക, പ്രയാസത്തോടെ വിളിക്കാതിന്റെ അർത്ഥം. അപ്പൊ പ്രയാസത്തോടെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോ പ്രശ്നം പരിഹരിച്ചു എന്നാ പറഞ്ഞത്. അത് ഞരമ്പ് ശരിയായതാണ്. ആയിക്കോട്ടെ, എല്ലാരും ഞരമ്പ് ശരിയാണ്ടേ, വിളിച്ചാലല്ലേ ശരിയാകുന്നത്. അപ്പൊ യാ മുഹമ്മദാ എന്നാ വിളിച്ചത്. അങ്ങനെ വിളിച്ചത് ഇമാം ബുഖാരി പ്രത്യേകം ഒരു ബാബ് കൊടുത്തുകൊണ്ട് ഒരു അധ്യായം കൊടുക്കുകയാണ്. എന്താണ് അധ്യായം? ബാബു മാ യഖൂലു റജുലു, ഒരാൾ പറയേണ്ട വാക്ക്, അതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഇദാ ഖദിറത് റിജ്ലുഹു, കാല് തളർന്നാൽ ഒരാൾ പറയേണ്ട വാക്കെന്ത് എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി. അതെ, യാ മുഹമ്മദ് ഫഖാല ലഹു റജുലുൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലി തളർന്നപ്പോൾ ഫഖാല ലഹു റജുലുൻ, ഒരാൾ പറഞ്ഞു ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കുക. എല്ലാവർക്കും അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ തന്നെ. ഉടനെ ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചു. ഇതിന്റെ സനദ് ശരിയില്ല എന്നപ്പോ പറഞ്ഞു. ഇമാം ബുഖാരിയേക്കാൾ സനദ് മനസ്സിലാകുന്ന ഒരു മൗലവി ഇറങ്ങിയിരിക്കുന്നു. ഇത് മുസ്ലിം ലോകം അംഗീകരിക്കുമോ? ഇനി പോകട്ടെ, നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ്യ
ആ ഇബ്നു തൈമിയ്യ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ പറയാൻ വേണ്ടി ഒരു കിതാബ് എഴുതി. അതാണ് അൽ കലിമു ത്വയ്യിബ് ഫിൽ അദ്കാരിൽ വാലിദത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയിൽ നിന്ന് വന്ന ദിക്റുകൾ പറയുന്ന കിതാബ് ഇത് ഇബ്നു തൈമിയ്യയുടേതാണ്. ഇബ്നു തൈമിയ്യ ഹദീസ് അറിയാത്ത പണ്ഡിതനാണോ? നിങ്ങൾ ആലോചിക്കണം. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ശിർക്ക് ചെയ്ത മുശ്രിക്കാണോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണോ? അതുപോലെ ഇമാം നവവി ശിർക്ക് ചെയ്ത മുശ്രിക്കാണോ? ശഫാഅത്ത് ചോദിച്ചുകൊണ്ട് ആ ബുഖാരിയുടെ സറഹ് തുടങ്ങുന്നത് മുസ്തസ്ഫിഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുകയാണ്. ഇമാം മുഹീദ്ദീൻ ശൈഖ് ചെയ്യുകയാണ്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ തുടങ്ങി ഈ ഇമാമിയങ്ങൾ മുഴുവനും ഇബ്നു ഖുദാമ രേഖപ്പെടുത്തുകയാണ്. ഇമാം ബൈഹഖി രേഖപ്പെടുത്തുകയാണ്. ഈ ഇമാമിയങ്ങൾ മുഴുവനും ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ എന്ന ചോദ്യം. സനദ് എന്താന്നല്ല ഞാൻ ചോദിച്ചത്. ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? സനദ് എന്തോ ആകട്ടെ, ഞങ്ങൾക്കല്ല, അത് അവർക്ക് അറിയുന്നത്. അതാ ഇമാം ബുഖാരിക്കാണ് സനദ് അറിയുന്നത്, നമ്മക്കല്ല. ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ എന്ന ചോദ്യം. അതിന് മറുപടി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ല ഇല്ല എന്ന് പറയാം. അതുപോലെ രണ്ടാമത്തെ എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഞാൻ വായിക്കാം. എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ ഓതിയ ആയത്തുകളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവർക്ക് ബാധകമല്ല എന്നത് ലോക ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ആയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവതരിക്കുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാമോ? ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ തൊട്ടിട്ടില്ല ആ ചോദ്യത്തിന്റെ മറുപടി, നിങ്ങൾ സ്പർശിച്ചിട്ടില്ല. ഇനി നിങ്ങളെ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല, രണ്ടാമത്തേനും മറുപടി പറഞ്ഞില്ല എന്നാണ്. അതൊക്കെ നിങ്ങളെ സ്ഥിരം ശൈലിയാണ്. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇമാം നവവിയോ ഇമാം മൊഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമാം ബുഖാരിയോ അവരാരും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ സഹായം തേടി പ്രാർത്ഥിക്കാമെന്ന് അവരാരും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ മുശ്രിക്കാണെന്ന് പറയാനും പറ്റൂല, അവർ ശിർക്ക് പ്രചരിപ്പിച്ചവരാണെന്നും പറയാൻ പറ്റൂല. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. അതിന്റെ വിശദാംശം വേണമെങ്കിൽ അങ്ങനെ ഒരാളെ പറ്റി മുശ്രിക്ക് എന്ന് പറയാൻ പാടുണ്ടോ, കാഫിർ എന്ന് പറയാൻ പാടുണ്ടോ എന്നത് വേറെ വിഷയമാണ്. അതാണ് ഉച്ചയ്ക്ക് ശേഷം പറയാന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച വല്ല ഉണ്ടായിരുന്നോ? അതെങ്ങനെ ഉണ്ടാവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചവരാൾ, ഉറപ്പിച്ചവരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല. അവർ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ആരോടാ പ്രാർത്ഥിച്ചിരുന്നത്? ഞങ്ങളെ വിശ്വാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഒക്കെ എന്നാ പ്രാർത്ഥിച്ചിരുന്നത്, ലാത്തയോടാ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ് ഖുർആൻ അവരെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചത് അത് നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ ശിർക്ക് സംഭവിക്കൂല നിങ്ങൾക്ക് വാദമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അങ്ങനെ വായ കൊണ്ട് പറഞ്ഞാൽ അവർ ശിർക്കിന് രക്ഷപ്പെട്ടുകൊണ്ടുണ്ടോ? ഇല്ല, അത് ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് പോകും. അത് റസൂലുള്ളാഹി മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. ആ പ്രവചനത്തിന്റെ പുലർച്ച ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. പിന്നെ ഉദ്കുർ എന്നതിന് പ്രാർത്ഥിക്കാൻ അർത്ഥമുണ്ടോ? ഉദ്കുർ തന്നെ പറയാ, അവിടെ യാ മുഹമ്മദ് ഇല്ല. ബുഖാരിയുടെ റിവായത്ത് എന്ന് പറയുന്നത് ബുഖാരിയിൽ സഹീഹ് ബുഖാരിയിലാണോ? സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതിനെ പറ്റിയ റവാഹുൽ ബുഖാരി എന്ന് പറയാവൂ. ബുഖാരി താരീഖുൽ കബീറിലാണെങ്കിൽ അത് വ്യക്തമായി പറയണം. റവാഹുൽ ബുഖാരി ഫി താരീഖുൽ കബീർ, റവാഹുൽ ബുഖാരി ഫി അദബുൽ മുഫ്രദ്. അതാണ് മുഹദ്ദിസുകളുടെ ശൈലി. അല്ലാതെ അദബുൽ മുഫ്രദിലുള്ള സനദ് ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ തന്നെ വായിച്ചു. ഹദ്ദസനാ അബൂ നുഐം ഖാല ഹദ്ദസനാ സുഫിയാൻ അൻ അബീ ഇസ്ഹാഖ് അൻ അബ്ദുറഹ്മാൻ ഇബ്നു സഅദ്. അബൂ ഇസ്ഹാഖ് സബി എന്ന റാവി ഉണ്ടതിൽ മുദല്ലിസാണ് അദ്ദേഹം. തന്നെ ഗുരുവിനെ വിട്ടുകൊണ്ട് അപ്പുറത്ത് ആളെ പറയുന്ന വ്യക്തിയാണ്. സനദിൽ തദ്ലീസ് സംഭവിച്ചാൽ മുദല്ലിസിന്റെ അൻഅനത്ത് സ്വീകാര്യമല്ലെന്ന് ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു സുന്നിയുടെ റിവായത്താണ് യാ മുഹമ്മദ്, അതിന് യാ ഇല്ലേ എന്നാ ചോദ്യം. യാ ഉണ്ട് മുസ്യാരെ, യാ ഉള്ളിടത്തൊക്കെ നിദാ ഉണ്ടാവോ? അപ്പുറത്ത് ഹാവും കൂടി ഉണ്ട്. ആ തലക്കൽ യാ എന്ന് പറയുകയും അപ്പുറത്ത് ഹാവ് പറയുകയും ചെയ്താൽ അത് നുതുബയാണെന്ന് ഞാനല്ല പറഞ്ഞത്, മുല്ലാലിയുൽക്കാരിയാണ് പറഞ്ഞത്. നുതുബയിൽ ഇസ്തിഗാസയുണ്ടോ? നുതുബ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വിരഹത്തിലുണ്ടാകുന്ന ദുഃഖം വിളിയുടെ രൂപത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഉമ്മ മരിച്ചു എന്ന് ദുബായിലേക്ക് ഫോൺ വന്ന്
ഇന്റെ അമ്മോ എന്ന് പറയും. അത് ഉമ്മാനെ വിളിച്ച് സഹായം തേടല. തലവേദന വരുമ്പോ എന്റെ തല എന്ന് പറയും. ഇത് സാധാരണയായി പറയുന്ന ഒരു പ്രയോഗമാണ്. നുതുബ എന്നത് ഇസ്തിഗാസയല്ല. നുതുബയാണ് അവിടെ എന്ന് ഞാൻ പറഞ്ഞതല്ല, മുല്ലാലിക്കാരി പറഞ്ഞതാണ്. മാത്രമല്ല അങ്ങനെ പറഞ്ഞപ്പോൾ കാലിന്റെ കോച്ചിപ്പിടുത്തം വിട്ടു. മെഹബൂബിനെ പറഞ്ഞപ്പോൾ ഇംബിസാത്തുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ഉദ്ധരിച്ചു. സഹിഹായ ഹദീസാ ഉദ്ധരിക്കേണ്ടത്, സഹിഹല്ല നിങ്ങൾ പറഞ്ഞത്. ഇബ്നു സുന്നിയുടെ റിവായത്തും സഹിഹല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ അദബുൽ മുഫ്രദ് റിവായത്തും സഹിഹല്ല. മക്ക മുശ്രിക്കുകൾ പോലും അവർക്ക് സന്നിഗ്ധ ഘട്ടങ്ങളിൽ അല്ലാഹുവോടാണ് പ്രാർത്ഥിച്ചിരുന്ന എന്ന കാര്യം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അവർ അല്ലാഹുവിനെ വിളിക്കുന്നില്ല, അല്ലാഹു അല്ലാത്തവരെയാണ് വിളിക്കുന്നത്. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കി അല്ലാഹുവോട് അവർ പ്രാർത്ഥിക്കുന്നു. അതാണ് അവരുടെ തൗഹീദ്. പക്ഷേ കടലിന് പുറത്തു വന്നാലോ അവർ ശിർക്ക് വെക്കുന്നു. എന്തായിരുന്നു അവർ ചെയ്ത ശിർക്ക്? അവർ രണ്ടല്ലാഹുവിനെ വിശ്വസിച്ചതാണോ? അല്ല, അവർ അല്ലാഹു ഒന്നേ ഉള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. ഈ വിശ്വാസത്തോടു കൂടി ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാബിയൊക്കെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്നു, ശിർക്ക് പൊറുക്കപ്പെടാത്ത പാപമാകുന്നു. അതാണ് ഞങ്ങൾ ഇവിടെ തെളിയിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാവതരണത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മക്ക മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ ഖുർആൻ വിരോധിച്ച ശിർക്ക് എന്തായിരുന്നു? മക്കയിലെ മുസ്ലിമീങ്ങൾ ഉൾക്കൊണ്ട തൗഹീദ് എന്തായിരുന്നു? അബൂജഹലിനെ എതിർത്തുകൊണ്ട് റസൂൽ പറഞ്ഞ ശിർക്ക് എന്താണ്? അബൂബക്കർ സിദ്ദീഖ് ഉൾക്കൊണ്ട തൗഹീദ് ഏതാണ്? അതാണ് നമ്മുടെ തർക്കം. അൽഹംദുലില്ലാഹ്. ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിലും പക്ഷെ സമ്മതിച്ചു കിട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ മുശ്രിക്കുണ്ടാവില്ല. പ്രാർത്ഥിച്ച അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നോ? അതെങ്ങനെ ഉണ്ടാവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാൾ, ഉറപ്പിച്ച ഒരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല. പ്രാർത്ഥിച്ച അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നോ? അതെങ്ങനെ ഉണ്ടാവും? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാൾ, ഉറപ്പിച്ച ഒരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല എന്ന് സമ്മതിച്ചു. അപ്പൊ നമ്മുടെ വാദപ്രതിവാദം മുതലേ. അൽഹംദുലില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരൊറ്റ മുശ്രിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളതായി ഒരാളെ പേര് പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരാളെ പേരുമില്ല. പിന്നെ ഞാൻ ചോദിച്ചത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം നബവി, അതുപോലെയുള്ള പണ്ഡിതന്മാർ അവരൊക്കെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം ബുഖാരി ഇസ്തിഗാസ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാണ്ടോ ഇല്ല? യാണ്ടാകുമ്പോ ശിർക്ക് വരിക. ഒരക്ഷരം വന്നാ ശിർക്കായി, ഒരക്ഷരം പോയാ തൗഹീദായി. ഇതെന്ത് ഇസ്ലാമാണ്? പിന്നെ ഇന്നമാദു റബ്ബി, അതൊക്കെ നിങ്ങളെ വാദങ്ങളാണ്. ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് നിങ്ങൾ പറയാണ്. നിങ്ങൾ പറയുന്നത് വാദങ്ങളാ. നിങ്ങൾ പറയുന്നത് ഇമാം ബുഖാരി ഇസ്തിഗാസ ചെയ്തിട്ടില്ല, വാദാണത്. എനിക്ക് തെളിവാ കിട്ടേണ്ടത്, ഞാൻ ചോദിച്ചതിന്റെ മറുപടിയാ കിട്ടേണ്ടത്. നിങ്ങളെ വാദം ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാം ബുഖാരിയുടെ കിതാബില് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്തിഗാസയാവും. പിന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? ദക്കറാന്നും കാലാന്നൊക്കെ പറഞ്ഞാൽ നാവുകൊണ്ട് പറയുന്നതാണ്. അതിന്റെ ഈ സഹായം തേടൽ നാവുകൊണ്ടല്ല, അതിന്റെ മുട്ടുണ്ടാവും. അപ്പൊ ദക്കറാന്നും കാലാന്നൊക്കെ പറഞ്ഞാൽ ഇസ്തിഗാസ തന്നെയാണ്. നുതുബയാണ് എന്ന് പറഞ്ഞാലൊന്നും അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഗണ്ണന പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കുക. ഞങ്ങളെ മുന്നിലുണ്ടോ നടക്കുന്നു. നുതുബ ഇസ്തിഗാസ ഒക്കെ അൽഫിയും ഖത്തറിനൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഓതി പഠിച്ചിട്ടാണ് ഞങ്ങളത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓതി ആയത്തുണ്ടല്ലോ, ഇന്നമാദു റബ്ബി, ഖുർആൻ കൊണ്ടാ വ്യാഖ്യാനം പറയേണ്ടത്. നിങ്ങളെ പരിഭാഷയിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ല. അല്ലാഹ് വ്യക്തമായിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത്. അത് ഈ സഹായം തേടലല്ല. അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, ഓ വിവരമില്ലാത്ത മുശ്രിക്കുകളെ, അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നബിയെ തങ്ങൾക്കും മറ്റുള്ള സർവ്വ അമ്പിയാക്കൾക്കും വിവരം കൊടുത്തത് അമൽ പൊളിഞ്ഞു പോകുമെന്നാണ്. ബലില്ലാഹ ഫഅ്ബുദ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക,
അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ അല്ലാതെ ആരാധിക്കുന്നില്ല. വലാ ഉശ്രികു ബിഹി അഹദാ, ആരാധനക്കർഹൻ വേറെയുണ്ടെന്ന് അബൂ ജഹൽ പറഞ്ഞത്, അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇസ്തിഗാസയുമായ ആയത്തിന് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ബന്ധമില്ലാത്ത ആയത്തുകൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മുസ്ലിം സമുദായത്തിന് മനസ്സിലാക്കാൻ ഇമാമികൾ മുഴുവനും ഇസ്തിഗാസ ചെയ്തു. അവർക്ക് അവരെ ഈ ആയത്ത് കണ്ടിട്ടില്ലേ? ഇബ്നു ഹജർ ഈ ആയത്ത് കണ്ടില്ലേ? ഇമാം ബുഖാരി കണ്ടില്ലേ? ഇമാം നവവി കണ്ടില്ലേ? അതുപോലെ മുഹീദ്ദീൻ ശൈഖ് കണ്ടില്ലേ? ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഇമാമിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞത്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തവരാണോ? അല്ലേ. രണ്ടാമത്തത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരു മുശ്രിക്കിന്റെ പേര് പറയാമോ? അല്ലേ. ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. ഇത് ഗണ്ണന പ്രസംഗമല്ല, കേട്ടുപോകുന്ന ആളുകളല്ല, പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ മറുപടിയാണ് പറയേണ്ടത്. ആ മറുപടി പ്രതീക്ഷിച്ച നിങ്ങളുടെ ആളുകളായി വരും വന്നത്. നിങ്ങളുടെ ആളുകളാണെന്ന് ധരിക്കുന്നവർ, വസ്തുത മനസ്സിലാക്കാൻ വന്നവർക്ക് ഇന്ന് മനസ്സിലാകുമെന്ന് ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വസ്തുത മനസ്സിലാകും. അതുകൊണ്ട് അല്ലാഹു എല്ലാവർക്കും സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മൗലവിമാർക്കും നമുക്കുമൊക്കെ അല്ലാഹു സന്മാർഗം നൽകട്ടെ. അല്ലാഹുവാണ് കൊടുക്കുന്നവൻ, അള്ളയാണ് തടയുന്നവൻ. അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ കാരണക്കാരാണ്. നബിയെ എന്റെ കാലിന്റെ തരിപ്പ് മാറ്റി തരണേ എന്നതിനില്ല. അതുകൊണ്ട് അത് തെളിവല്ല എന്ന് ഞാൻ പറയുന്നത്. റസൂലേ എന്റെ കാലിന്റെ തരിപ്പ് മാറ്റി തരണേനാണോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ വിളിയുള്ളത്? അത് തന്നെ ലൈഫാണ്. ലൈഫായ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് ഇമാം ബുഖാരിയുടെ പേരിൽ ചാർജ് ചെയ്തിട്ട് അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിക്കുകയാണോ എന്ന് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നടക്കൂല. ആ കരിഞ്ചന്ത ഞങ്ങൾ അനുവദിക്കൂല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറയുക. അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞു. അത് തന്നെ അബൂ ഇസ്ഹാഖ് സബീഇ എന്ന മുദല്ലിസായ റാവി, സനദിൽ തൊട്ടപ്പുറത്തുള്ള ഗുരുവിനെ പറയാതെ അപ്പുറത്തുള്ള ആളെ പറയുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അൻ എന്ന് പറഞ്ഞുകൊണ്ട് അൻഅനത്ത് പറഞ്ഞാൽ സ്വീകാര്യമല്ല. അതേ അബൂ ഇസ്ഹാഖ് സബീഇ തന്നെയാണ് ഇബ്നു സുന്നിയുടെ അമലുള്ളതും. അതിൽ യാ മുഹമ്മദാഹു എന്നാണ്. അത് ഇസ്തിഗാസയാണോ? നബിയുടെ കാലിന്റെ തരിപ്പ് മാറ്റി തരുന്നതാണോ? അത് നുതുബയാണ്. നുതുബയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. മുല്ല അലിയുൽ കാരിയിൽ നിന്ന് നിങ്ങൾ വായിച്ചതിന്റെ തൊട്ടിപ്പുറത്തുള്ളതാണ്. നിങ്ങൾ ലിന്നിൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? അതിന്റെ അപ്പുറത്താണ്. അത് നുതുബയാണ്. യാ എന്ന് ആദ്യം പറയുകയും ഹാ അവസാനം പറയുകയും ചെയ്താൽ അത് നുതുബയാണ്. അതിനാ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞത്. ദുബായിൽ ഉമ്മ മരിച്ചു എന്ന ഫോൺ കേൾക്കുമ്പോ എന്റെ ഉമ്മോന്നറിയാ എന്ന് പറയാണ്. തലവേദന വരുമ്പോ എന്ന് പറയാണ്. അത് ഇസ്തിഗാസയാണോ? പണ്ഡിതന്മാരില്ല ഇവിടെ? നുതുബയും ഇസ്തിഗാസയും തമ്മിൽ വ്യത്യാസം അറിയില്ലേ? നിദാവിന്റെ യാ കൊണ്ടുവന്നിട്ട് അതിന്റെ ശേഷം ഒരു ഹായ് കൊണ്ടുവന്നാൽ അതിന് നുതുബ എന്നാണ് പറയുക. അത് മുല്ലാലിക്കാരി പറഞ്ഞതാണ്. അത് തന്നെയും ദുർബലമാണ്. അതാണ് ഞങ്ങളുടെ പ്രധാന തെളിവ്. നിങ്ങൾ ഈ പറഞ്ഞത് ദുർബലമായ റിപ്പോർട്ടാണ്. ദുർബലമായ റിപ്പോർട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അബൂ ഇസ്ഹാഖ് സബീഇ എന്ന് പറയുന്ന മുദല്ലിസായ റാവിയാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ജാഹിലിയ്യ കാലത്ത് പോലും ഇതിന്റെ പതിവുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പറയാണ് ഇമാമിങ്ങൾ മുഴുവൻ പോയിട്ട് ഒരൊറ്റാൾ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഇമാമ് ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഏതെങ്കിലും ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞ ഒരൊറ്റ ഉദ്ധരണിയും നിങ്ങളുടെ വിഷയ അവതരണത്തിൽ നിങ്ങൾ തെളിയിച്ചിട്ടില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഒരു പാട്ട് പാടി എന്നിട്ട് കുറെ അദ്ദേഹം മുശ്രിക്കാണോ എന്ന് ചോദിക്കാണ്. അങ്ങനെ തെളിയിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ എന്ന് പറയേണ്ടതുള്ളൂ. ഒരു പ്രമാണം ഉദ്ധരിച്ചിട്ട് ഖുർആനോ സഹിഹായ ഹദീസോ ഉദ്ധരിച്ചിട്ട് ഒരു ഇമാം പറയുകയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ ഒരൊറ്റ ഇമാമിന്റെ ഖൗലും നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ തെളിയിച്ചിട്ടില്ല. വിഷയം കൂട്ടിക്കുഴക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ വിഷയവുമായിട്ട് ഇതിന് ബന്ധമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്ക് ഉണ്ടാവോ? മൂപ്പര് പറഞ്ഞെന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ മുശ്രിക്കാവൂല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വായ കൊണ്ട് പറയുന്നതിനെ പറ്റി അല്ല പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാകുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല. അതിനാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്ന ആദ്യ ഏറ്റവും ഉത്തമ തലമുറ എന്റേത്, സഹാബത്തിന്റെ തലമുറ.
പിന്നെ താബികളുടേത്, പിന്നെ താബികളുടേത്. ഉത്തമ നൂറ്റാണ്ടുകളെന്ന് റസൂലുള്ളാഹി സാക്ഷ്യപ്പെടുത്തിയ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ, ഒരൊറ്റ സഹാബിയോ ഒരൊറ്റ താബിയോ മരിച്ചുപോയതെങ്കിലും അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചു പ്രാർത്ഥിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ തെളിയിച്ച് നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറയുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മറുപടി പറയുന്നത് നിങ്ങളുടെ ചോദ്യത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മക്ക മുശ്രിക്കുകൾ പോലും അവർ പോലും സന്നിഗ്ധ ഘട്ടത്തിൽ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കി അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അവർ ശിർക്ക് ചെയ്യും. അവിടെ ഇമാം തബരി വ്യക്തമായി തന്നെ പറഞ്ഞു, വലം യസ്തഗീസു ബിആലിഹതിഹിം അഖലസുല്ലാഹ ഇൻദ ശിദ്ദതി അല്ലതി നസലത് ബിഹിം അത്തൗഹീദ. കണ്ടോ, അവർ തൗഹീദിനെ അല്ലാഹു മാത്രമാക്കി, അല്ലാഹുവിന്റെ ഏകത്വം, അതാണ് അവർ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാ തൗഹീദ്. വലം യസ്തഗ്ഫറു ലഹു തആ വഅദ്ഹറു ലഹു ബിൽ ഉബൂദ. അല്ലാഹുവിനുള്ള കീഴൊതുക്കവും അനുസരണവും അവർ പറഞ്ഞു, പല അടിമത്തവും പ്രകടിപ്പിച്ചു. അവരുടെ ആരാധ്യന്മാരോട് അവർ ഇസ്തിഗാസ നടത്തിയില്ല. അവരെ തുല്യന്മാരെന്നവർ ആരോപിക്കുന്നവരോടും അവരെന്ത് ചെയ്തില്ല, ഇസ്തിഗാസ നടത്തിയില്ല. വലാകിൻ ബില്ലാഹില്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ച അല്ലാഹുവിനോട് മാത്രമാണ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മക്കത്തെ മുശ്രിക്ക് പോലും പ്രാർത്ഥിക്കാറുള്ളത് സന്നിഗ്ധ ഘട്ടത്തിൽ. എന്റെ ചോദ്യത്തിന്റെ മറുപടി എല്ലാവരും മനസ്സിലായില്ലേ? മക്കത്തെ മുശ്രിക്കുകൾ കപ്പലിൽ പോകുമ്പോൾ അള്ളാഹിനോടാ പ്രാർത്ഥിക്കാറ്. ഇതാ എന്റെ ചോദ്യത്തിന്റെ മറുപടിയാണോ അത്? എന്റെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാമിങ്ങൾ, ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം ബുഖാരി, ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ നൂറുകണക്കിന് ഇമാമിങ്ങൾ അവർ ഇസ്തിഗാസ ചെയ്തിരിക്കുന്നു. ആ ഇസ്തിഗാസ ചെയ്തത് ശിർക്കാണോ, അവർ മുശ്രിക്കുകളാണോ? ഇതിന്റെ മറുപടി ഞങ്ങൾ പറയുന്നത്. അപ്പൊ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ നിന്ന് അള്ളാഹിനെ വിളിക്കാറ്. ഞങ്ങൾ എന്താ വേണ്ടത്? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹിനെ വിളിച്ചോട്ടെ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവിശ്വാസികളുടെ പ്രാർത്ഥന അത് വെറും വഴികളാണ്, അതുകൊണ്ട് കാര്യമില്ല. ഖുർആനാ ഉദ്ധരിക്കേണ്ടത്. എന്റെ ചോദ്യത്തിന്റെ മറുപടിയാ പറയേണ്ടത്. നിങ്ങൾ ഇതിന്റെ മറുപടി പറഞ്ഞില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു നിങ്ങളോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവതരിച്ച ആയത്തുകൾ, ആ ആയത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തെന്ന് ചിന്തിക്കണം. അതിനാണ് ഞാൻ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന, ഞങ്ങളുടെ വ്യവസ്ഥയിൽ ശരിക്കും എഴുതിയിട്ടുണ്ട്, വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന. അങ്ങനെ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. വിശ്വസിക്കാത്തവരെ പറ്റി നമ്മുടെ ചർച്ചയില്ല. ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ വൈപറിയണം. അമ്പിയാക്കൾ ഔലിയാക്കൾ വൈപറിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം അറിയാൻ തുടങ്ങിയോ? അപ്പൊ ഞങ്ങൾ ഇത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങളിൽ ആയിരം മുഹമ്മദ് റസൂലുള്ളാഹി ഉറച്ചു വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ യാ റസൂലല്ലാഹ്, യാ മുഹമ്മദ് എന്നിങ്ങനെ ഞങ്ങളെ നേതാവിനെ വിളിച്ചാൽ എവിടുന്ന് ശിർക്ക് വരുന്നു? പിന്നെ പറഞ്ഞേ യാ മുഹമ്മദ് എന്നത് എന്റെ കാല് ശരിയാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? യാ മുഹമ്മദ് വിളിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെ വിളിച്ചാൽ ശിർക്കാവുന്നോ ഇല്ല നിങ്ങളെ അഭിപ്രായം? രണ്ടിലൊന്ന് പറയണം. യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ശിർക്കാണോ അല്ലേ? മുസ്ലിം സമുദായത്തോട് നിങ്ങൾ പറയണം. വിളിച്ചാൽ പ്രശ്നമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ശേഷം പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, എന്നാ ശേഷം പറയുന്നില്ല. ഇങ്ങനെ വിളിക്കുകയാണ് എന്നാ പ്രശ്നമുണ്ടോ ഇല്ലേ? ഇസ്തിഗാസയുടെ ഉള്ളിൽ റസൂലുള്ളാഹിനോട് സ്നേഹം പ്രകടിപ്പിച്ചു എന്നാ മുലായിലുകാരി പറഞ്ഞു. ഇസ്തിഗാസ ഇല്ല എന്നല്ല, ഇസ്തിഗാസന്റെ ഉള്ളിൽ, തേങ്ങന്റെ ഉള്ളിൽ പൊങ്ങുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തേങ്ങയില്ല. തേങ്ങന്റെ ഉള്ളിൽ പൊങ്ങുണ്ട് എന്ന് പറഞ്ഞാൽ തേങ്ങയില്ല. ഇസ്തിഗാസന്റെ ഉള്ളിൽ റസൂലുള്ളാഹിനോട് സ്നേഹം പ്രകടിപ്പിക്കലുണ്ട് എന്നാ മുലായിലുകാരി പറഞ്ഞത്. ഇസ്തിഗാസ ഇല്ല എന്നല്ല, ഇസ്തിഗാസയുടെ ഉള്ളിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ലോകം മുഴുവനുള്ള ജനങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ആ സ്നേഹമില്ലാത്തതാണ് നിങ്ങൾക്ക്
കുഴപ്പം വരുന്നത്? നിങ്ങൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങളും ഞങ്ങളെ കൂടെ മങ്കൂസ് പോലും തോന്നും, നിങ്ങളും ഇർത്തകബത്ത് ചൊല്ലും, എല്ലാം നിങ്ങളും ചെയ്യും. സ്നേഹമുണ്ടാകണം. അതുണ്ടായില്ല വിശ്വസിക്കാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. അതുകൊണ്ടാണ് അദ്ദേഹം നബിയോട് ചോദിക്കാൻ മുതിരാതിരുന്നത്. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, ഇമാം നവവി മുശ്രിക്കാണോ? മുഹീദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? ഇബ്നു ഹജർ അസ്ഖലാനി മുശ്രിക്കാണോ? അവർ ഇസ്തിഗാസ ചെയ്തതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതുപോലെ ഇമാം ബുഖാരി റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഹദീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്ത ഏതെങ്കിലും ഒരു മുശ്രിക്കിന്റെ പേര് പറയാമോ? ഇതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. ഈ സമുദായത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇവരെല്ലാവരും പഠിക്കാനാണ് വന്നത്. നിങ്ങൾ ഈ ചോദ്യത്തിന്റെ മറുപടി പറയണം. നിങ്ങൾ മറുപടി പറയാതെ വേറെ എന്തെല്ലാമോ പറഞ്ഞു മുശ്രിക്കുകൾ കപ്പൽ എന്ന് വിളിക്കൽ അള്ളാനെയാണ്. ആയിക്കോട്ടെ, ഏതായാലും സഹീഹുൽ ബുഖാരി ഇല്ലാന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. ഞാൻ പലവട്ടം പറഞ്ഞാണ് റവാഉൽ ബുഖാരി എന്ന് പറയാൻ പാടില്ല. ബുഖാരി ധരിച്ചു എന്ന് പറഞ്ഞാൽ ബുഖാരി സഹീഹിൽ ധരിച്ചതാണോ? അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അദബുൽ മുഫ്രദിലേക്ക് ചാടി. അദബുൽ മുഫ്രദിൽ മുഹമ്മദ് എവിടെ എന്ന് ഞാൻ പറഞ്ഞു, എന്റെ ഉത്തരത്തിൽ പറഞ്ഞു. അപ്പൊ അദ്ദേഹം നേരെ ഇബ്നു സുന്നിക്ക് ചാടി. ഇബ്നു സുന്നിക്ക് ചാടിയപ്പോ ഞാൻ പറഞ്ഞു യാ മുഹമ്മദാ, അവിടെ നുദ്ബയാണ്. അത് യാ ഗൗസ് മുഹിയുദ്ദീൻ പോലെയാണ്. അത് നുദ്ബയാ തന്നെ. യാ ഗൗസാഹുന തന്നെ, യാ ഗൗസാഹു മുഹിയുദ്ദീൻ. എന്താണ് ഈ പറയുന്നത്? അപ്പൊ അവിടെ നുദ്ബയാണെന്ന് ഞാൻ പറഞ്ഞതല്ല. മാത്രമല്ല രണ്ടും ലഈഫാണ്. നിങ്ങൾ ഉദ്ധരിച്ച അദബുൽ മുഫ്രദിലും ലഈഫാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ധരിച്ച ഇബ്നു സുന്നിയുടെ ലഈഫാണ്. പിന്നെ മൂപ്പരിൻ്റെത് ഫീ ളിന്നിൽ ഇസ്തിഗാസത്തി എന്ന് പറഞ്ഞില്ലേ? തേങ്ങന്റെ ഉള്ളിൽ പൊങ്ങുണ്ടാണ്, തേങ്ങല്ലാന്നാ. നിങ്ങൾ തേങ്ങയും പൊങ്ങും ഒന്നാക്കുക. അതവിടെ പ്രശ്നം. തേങ്ങ വേറെ പൊങ്ങ് വേറെ, അതാണ് ഇവിടെ പ്രശ്നം. ഞാനത് വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നേരത്തെ തന്നെ ഇവിടെ വായിച്ചു കേൾപ്പിച്ചതാണ്. അതൊന്നുകൂടി ഇവിടെ യാ മുഹമ്മദാ ബി സുകൂനിൽ ഹായി ലിന്നുദ്ബ വകഅന്നഹു റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖസദ ബിഹി ഇൽഹാറുൽ മഹബ്ബതി ഫീ ലിന്നിൽ ഇസ്തിഗാസ ഫന്തശറത് ഐ റിജ്ലുഹു ബിൽ ഫൗർ. യഥാർത്ഥത്തിൽ ഈ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് വ്യാഖ്യാനം എന്ന് പറയുന്നത് അത് സഹിയാണെന്ന് അംഗീകരിക്കലാ. അദ്ദേഹം അത് സഹിയാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ടാകാം. പക്ഷേ ലൈഫാണെന്ന് അതിന്റെ സനദ് പരിശോധിച്ചവർക്ക് വ്യക്തമായിട്ടുണ്ട്. അബൂ ഇസ്ഹാഖ് സബീഇ എന്ന് പറയുന്ന മുദല്ലിസായ റാവി, അദ്ദേഹത്തിന് അനാനത്താണത്. ലൈഫായ ഹദീസ് തെളിവിന് പറ്റുകയില്ല. അദ്ദേഹം എന്ത് വ്യാഖ്യാനിച്ചിട്ടും കാര്യമില്ല. മാത്രമല്ല വകഅന്നഹു എന്താണ് ഇവിടെ നബിയോട് ഇസ്തിഗാസ നടത്തിയതല്ല, ഖസദ ബിഹി. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇൽഹാറുൽ മഹബ്ബതി, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കലാണ്. ഫീ ലിന്നിൽ ഇസ്തിഗാസതി, റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് തരിപ്പ് മാറ്റുക എന്ന ആ സഹായകമായ കാര്യത്തിലൂടെ അവിടെ ഇസ്തിഗാസ റസൂലിനെ വിളിച്ച് സഹായം തേടിയല്ല, മുഹമ്മദാഹി എന്ന് നുദ്ബക്കാണ് പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നത്. അതുകൊണ്ട് ലൈഫായ ഹദീസാണ്. പിന്നെ ഇമാമിങ്ങള് ഒരൊറ്റ ഇമാമും അവരുടെ ഗ്രന്ഥത്തിൽ പ്രബലമായ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇത് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരാരും ശിർക്ക് പ്രചരിപ്പിക്കുന്നുമില്ല. നമ്മുടെ ചർച്ചയുടെ മർമ്മം ഖുർആൻ പറഞ്ഞ ശിർക്ക് എന്താണ്, ഖുർആൻ പഠിപ്പിച്ച തൗഹീദ് എന്താണ്, മക്ക മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക് എന്താണ്. മക്ക മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർത്തു. ഇന്ന് ശിർക്ക് ചെയ്യുന്നവർ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് മക്ക മുശ്രിക്കുകൾ ചെയ്ത അതേപടി ചെയ്യും. അവർ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും വിളിച്ചു, ഇവർ വൈദ്യ ശൈഖിനെയും അമർത്ത തങ്ങളെയും വിളിക്കുന്നു. അവർ കുടുങ്ങുമ്പോഴെങ്കിലും മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴെങ്കിലും അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ച് തൗഹീദ് ഉണ്ടായിരുന്നു. പുറത്തു വന്നാൽ പിന്നെ ശിർക്ക് ചെയ്താലും ഇവർ സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരെയാണ് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരമസഹായികളെയും നിങ്ങൾ ജൽപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചു തേടി നോക്കുക. ആരാണത്? ഈസാ നബി, ഉസൈർ നബി, മലായികത്ത്, അവരെ നിങ്ങളൊന്ന് വിളിച്ചു തേടി നോക്കുക. നിങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തെ നീക്കിത്തരാൻ അവർക്ക് കഴിയില്ല. തൽക്കാലം മറ്റൊരാളിലേക്ക് മാറ്റാൻ പോലും അവർക്ക് കഴിയില്ല. അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൽ
അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ അയ്യുഹും മഖറബ്, അവരിൽ ഏറ്റവും അടുത്തവർ പോലും യർജൂന റഹ്മതഹു, റബ്ബിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നു, വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള മഹാന്മാരാണ്. അപ്പൊ ഈസ നബിക്കും ഉസൈർ നബിക്കും അതുപോലെ മലക്കുകൾക്ക് പോലും നമ്മളെ വിളി കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധ്യമല്ല എന്ന് ഖുർആൻ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അത് ശിർക്കാണെന്ന് സൂറത്തുൽ ഫാത്തിറിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അന്നത്തെ മക്കത്തെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവർ ഇബ്രാഹിം നബിയെ വിളിക്കുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നു, മുഹയ്യദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ശരിയാണെന്ന് നബവി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ പറഞ്ഞിട്ടില്ല, ശൈഖ് റിയായി പറഞ്ഞിട്ടില്ല, അവരാരും പറഞ്ഞിട്ടില്ല. അവരില്ല, അവരെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ട് അവർ ശിർക്ക് പ്രചരിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ തെളിയിച്ചോ? നിങ്ങളുടെ വിഷയാവതരണത്തിൽ ഇതാ നബവി ഇതാ ഇന്ന ഹദീസ് പറഞ്ഞിട്ട് ഇത് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഹദീസ് പറഞ്ഞിട്ട് ജീലാനി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹദീസ് പറഞ്ഞിട്ട് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞോ? ആകപ്പാടെ നിങ്ങൾ ധരിച്ചത് ബുഖാരി അദബുൽ മുഫ്രദാണ്, അത് ലഈഫാണെന്ന് ഞാൻ തെളിയിച്ചു. അതിൽ യാ മുഹമ്മദ് ഇല്ലെന്നും തെളിയിച്ചു. പിന്നെ യാ മുഹമ്മദ് ആഹ് എന്ന് പറയുന്ന നുതുബ പ്രയോഗം ഇസ്തിഗാസയല്ല. അത് എന്താണ് ഉദ്ദേശിച്ചെന്ന് മുല്ലാഹിക്കാരി ഉദ്ധരിച്ചാൽ തെളിയിച്ചു. നിങ്ങൾക്കിവിടെ തെളിവ് ഉദ്ധരിച്ച് ചോദ്യം ചോദിച്ചാൽ അവർ മുശ്രിക്കാണെന്നതിന് ഞങ്ങൾ വ്യക്തമായി മറുപടി പറയും. ഒരൊറ്റ ഇമാം. അപ്പൊ യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന സ്ഥലത്ത് യാ ഗൗസാ യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ ചുരുക്കാവൂല. ഒരു ഹീ കൂട്ടി കൊടുത്താൽ യാ ഗൗസാ യാ മുഹീദ്ദീൻ എന്നൊരു ഹീന്ന് കൂട്ടി കൊടുത്താൽ തൗഹീദായി. ഹീ അങ്ങോട്ട് ഒഴിവാകുമ്പോൾ ശിർക്കായി. ഹീണ്ടായ ശിർക്കാവൂല. ഹീ കൂട്ടുമ്പോ ഈ ഹീ ആണ് ശിർക്കിന്റെ മാനദണ്ഡം. ശിർക്കിന്റെ മുജാഹിദിന്റെ ശിർക്കിന്റെ മാനദണ്ഡം ഹീ എന്നുണ്ടാകുക. അപ്പൊ തൗഹീദ്. ായാലോ അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഒരു ഹീ കൂട്ടണോന്നാ, അല്ലാതെ വിളിക്കരുതല്ല. നിങ്ങൾ ഇനി ജനങ്ങളോട് പറയേണ്ടത് എന്നൊരു ഹീ കൂട്ടണമെന്നാ പറയേണ്ടത് ജനങ്ങളോട്. ഇനി എന്റെ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിൽ യാ മുഹമ്മദ് എന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇല്ല. യാ മുഹമ്മദ് എന്ന് ഇല്ല. ഞാൻ ഇബ്നു തൈമിയ്യയുടെ കിതാബ് പിടിച്ചാ പറയുന്നത്. ഇബ്നു തൈമിയ്യയുടെ കിതാബിനുള്ളത് ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക ഫഖാല യാ മുഹമ്മദ് എന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾ ഏതോ പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. യാ മുഹമ്മദ് ഇനി ഉണ്ടായ ശിർക്കാവൂല, ഹീ പോകുമ്പോ ശിർക്കാവും. അതിന് ഖുർആൻ ഒരു ആയത്തോതണം. ഹീ എന്ന് പറഞ്ഞാൽ ശിർക്കാവൂല, ഹീ പോയാ ശിർക്കാവും. അതിന് ആയത്തോതണം. വെറുതെ പറഞ്ഞാ പോരാ, വാദം പറയലല്ല, തെളിവാ പറയേണ്ടത്. ആയത്തോതണം. അതിന് ഒരായത്ത് കൽപ്പി ഹീ ഉണ്ടായ ശിർക്കാവൂല, ഹൂ പോയാലോ ശിർക്കാവും. ഇതിനൊരു ആയത്തോതി തരണം. നിങ്ങള് അലൈക്കും ബിസുന്നതി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. അതുപോലെ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കണം. നിങ്ങൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഓരോ ചോദ്യങ്ങൾ ബാക്കിയാണ്. ബാബു മാ യഖൂലു എന്ന് ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ലേ? ഇമാം ബുഖാരി അങ്ങനെ ഒരു ബാബ് ഉദ്ധരിച്ചിട്ടില്ലേ? ഇമാം ബുഖാരിയുടെ കിതാബല്ലേ കിതാബുൽ അദബുൽ മുഫ്രദി? അതല്ല നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. എന്റെ ചോദ്യം വീണ്ടും പറയുന്നു. മുഹീദ്ദീൻ ശൈഖ് ഇസ്തിഗാസ ചെയ്യണം എന്ന് അവിടുത്തെ ഉന്നത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? ശിർക്ക് ചെയ്യാൻ എഴുതിയ ആളാണോ മഹാനായ ഇമാം നബവി? മുസ്തശ്ഫിഅൻ ബിറസൂലില്ലാഹി, ഞാൻ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ടാണ് ബുഖാരിക്ക് ശറഹ് എഴുതുന്നത് എന്ന് പറഞ്ഞില്ലേ? ഇമാം നബവി മുശ്രിക്കാണോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചില്ലേ? മുശ്രിക്കാണോ? എന്റെ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇനി ഞങ്ങൾ ഖുതുബിയത്ത് ചൊല്ലുമ്പോ ഒരു ഹീ കൂട്ടി ചേർക്കണോന്ന് ഞങ്ങൾ ഇപ്പൊ പറയുന്നത്. യാ ഗൗസാ എന്നൊരു ഹീ കൂട്ടിയാ ഖുതുബിയത്ത് അങ്ങനെ തൗഹീദായി. ഹായില്ലാത്ത പ്രശ്നം. ഇതാണോ ഇസ്ലാം? ഇതാണോ നിങ്ങളുടെ വാദം? ഇതാണോ ആശയം? എന്റെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്പർശിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് ഒരൊറ്റ മുശ്രിക് ഉണ്ടായിരുന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരൊറ്റ മുശ്രിക് ഉണ്ടായിരുന്നോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്ത മുശ്രിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകൾ മുഴുവനും നിങ്ങൾ ഖവാരിജിയാക്കൾ ചെയ്യുന്നത് പോലെ, സഹാബത്ത് ശിർക്ക് ചെയ്തവരാണെന്ന് വെച്ച് ഖവാരിജി ചെയ്തതുപോലെ നിങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച്
വെച്ച് കെട്ടുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാ ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചവരുണ്ടോ? ഈസാ നബിയെ വിളിച്ചു നിങ്ങൾ പറഞ്ഞു. ഈസാ നബിയെ അല്ല വിളിച്ചത്, ഈസാ ദൈവത്തെയാ വിളിച്ചത്, ഈസാ ദൈവപുത്രനെയാ വിളിച്ചത്. അവരുടെ വിശ്വാസം നബിയാണെന്നല്ല, ദൈവമാണ്, ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചാ വിളിച്ചത്. ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വിശ്വസിച്ച് വിളിച്ചാൽ ശിർക്കാണെന്നുള്ള ആർക്കാവർക്കും. നബി ഈസാ നബിയെ അല്ല വിളിച്ചത്, ഈസാ ദൈവത്തെ, ഈസാ ദൈവപുത്രനെയാ വിളിച്ചത്. അതാണോ ഇവിടെ ഞങ്ങൾക്ക് തെളിവ് കൊണ്ടുവരുന്നത്? ഈസാ നബി വിളിച്ചത് ശിർക്കായി എന്നതാണോ തെളിവ് കൊണ്ടുവരുന്നത്? അത് ദൈവമാണ്, ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വിളിച്ചതാണ്. ഞങ്ങളുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാ അസ്ഹാബൽ ബദർ, ഈ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിച്ചുകൊണ്ട് വിളിച്ച് സഹായം തേടിയാൽ ശിർക്കാണെന്നതിന് ഖുർആനിലൂടെ ആയത്ത് ഓതണം നിങ്ങൾ, ഒരു ഹദീസ് ഓതണം നിങ്ങൾ. എന്റെ അവതരണത്തിൽ ഞാൻ എന്ത് പറഞ്ഞു അത് നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പറയേണ്ടതായിരുന്നു. ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസ ചെയ്യാന്ന് കുഞ്ഞത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. കുഞ്ഞത്തിൽ എവിടെയാണെന്ന് നിങ്ങളെ വിഷയാവതരണ സമയത്ത് തെളിയിച്ചിട്ടില്ല. നിങ്ങളെ ചോദ്യത്തിനും അത് വ്യക്തമല്ല. കുഞ്ഞയിൽ എവിടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്? അദ്ദേഹം റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടണം, ഇസ്തിഗാസ നടത്തണമെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റസൂലിനെ വിളിച്ച് സഹായം തേടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെളിയിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കുഞ്ഞയിലും ഫുതുഹുൽ ഗൈബിലും ഒക്കെ അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ യാ മുഹമ്മദാഹ് എന്നല്ല, ആദ്യങ്ങളല്ലേ ഉദ്ധരിച്ചത്, നിങ്ങളല്ലേ ഉദ്ധരിച്ചത്. ശറഉശ്ശിഫ ഇതാ യാ മുഹമ്മദാഹ്, യാ മുഹമ്മദാഹ് എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് ബുഖാരിയിലുണ്ട്. അപ്പൊ ഞാൻ സഹീഹ് ബുഖാരിയിലില്ല. അദബുൽ മുഫ്രദിലും യാ മുഹമ്മദില്ല, വെറും മുഹമ്മദ് ഉള്ളൂ. അവിടെ വെളിയില്ല, ഉദുക്കൂർന്നാണ്. അപ്പൊ ഇബ്നു സുന്നീക്ക് ചാടി അതിൽ യാ മുഹമ്മദാഹ് എന്നുണ്ട്. അതിലുള്ളത് നുതുബയാണ്. ഇപ്പൊ മൂപ്പര് പറഞ്ഞു യാ മുഹമ്മദ് എന്ന് തന്നെ ഉണ്ട്. ഏതിലുണ്ട്? ഇബ്നു സുന്നി തന്നെ ഉണ്ട്. അതിന്റെ കോലെന്താ കേട്ടോളി നിങ്ങൾ. അതിന്റെ കഥയും പോക്കാൻ. അഖ്ബറനി അഹ്മദ് ഇബ്നുൽ ഹസൻ സൂഫി ഹദ്ദസനാ അലി ഇബ്നുൽ ജാദ് حدثنا زهير بن النبي إسحاق أن عبد الرحمن بن سعد قال كنت عند ابن عمر فخدرت رجله فقلت يا أبا عبد الرحمن ما لي رجلك قال اجتمع عصبها من هنا قلت ادعو أحب الناس إليك فقال يا محمد فانبسطت. ഇതാണ് ഇബ്നു സുന്നി ഉള്ളത്. അതും അബൂ ഇസ്ഹാഖ് അസ്സബീഇ അൻ അബ്ദുറഹ്മാൻ ബിൻ സഅദിൻ, അതും ലഈഫാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കള്ള ഹദീസുകളല്ലാതെ ഒരൊറ്റ സഹീഹായ ഹദീസും കാലുകോച്ചിയതിന് പോലും ഉദ്ധരിക്കാൻ നിങ്ങളുടെ കയ്യിലില്ല. എന്നിട്ട് ഇത് വെച്ചാൽ നടക്കണേ. വലിയ തെളിവിന്റെ ആളാണ് ആ വെപ്പ്. ഇതിലും വലിയ ആൾ പിഞ്ഞ് വരാനില്ല. എന്നിട്ട് കൊണ്ടുവന്നാപ്പത് ആദ്യം ബുഖാരിന്റെ പേരിൽ പറഞ്ഞു. ഞാൻ അദബുൽ മുഫ്രദാണ്, അതിൽ യാ അല്ല, മുഹമ്മദ് ഉള്ളൂ. അപ്പൊ പറഞ്ഞു യാ മുഹമ്മദാഹുന്നുണ്ട്, അതിന് ഉദ്ബേണെന്ന്. ഞാനല്ല, മുല്ലാലിൽ കാര്യം കൊണ്ടുവച്ചു. ഇപ്പൊ ഹാലില്ലാത്ത വേറെ റിവായത്തുണ്ട്. മൂന്നിലും അബൂ ഇസ്ഹാഖ് സബീ ഉണ്ട്. അബൂ ഇസ്ഹാഖ് സബീ എന്ന മുദല്ലിസായ റാവി സനദിൽ തൊണ്ട വേലയുള്ള ശൈഖനെ പറയാതെ അപ്പുറത്തെ ആള് പറഞ്ഞ് സനദിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന തദ്രീസുള്ള റാവി, അദ്ദേഹത്തിന് അനാനത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് എല്ലാ മുഹദ്ദിസീങ്ങളും ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാ മുഹമ്മദാഹ് എന്നത് നിങ്ങൾ ഉദ്ധരിച്ചതാണ്, ഞാൻ ഉദ്ധരിച്ചതല്ല. അതുകൊണ്ടാണ് നുതുബയാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നത്. സഹീഹായ ഒരൊറ്റ റിവായത്തും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്യയിൽ പറഞ്ഞു എന്നാണ്. സഹീഹായ ഏതെങ്കിലും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന പേജിൽ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സുബ്ഹാനഹു വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞതായി തെളിയിക്കാനേ സാധിച്ചിട്ടില്ല. പിന്നെ ഈസാ നബിയല്ല വിളിച്ചത്, ഈസാ ദൈവത്തെയാണ് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ദൈവപുത്രൻ വിശ്വസിക്കാൻ ഞാൻ മതി, ഈസാ നബിയെ രക്ഷിക്കണേ നിങ്ങൾ എത്രയും പറഞ്ഞോളി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ? ഏതീതിലുള്ളത് തന്നെ ഈസാ നബിയെ വിളിക്കുമ്പോ ദൈവം എന്ന് വിചാരിക്കാൻ ഞാൻ മതി, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് വിചാരിക്കാൻ ഞാൻ മതി. അത് വിചാരിക്കാതെ നിങ്ങൾ ഈസാ നബിയെ കാക്കണേ, കർത്താവായ യേശുവെ കാക്കണേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളി. കർത്താവ് എന്ന് പറയണ്ട, ദൈവപുത്രൻ എന്നും പറയണ്ട, പിന്നെ ഈസാ നബിയെ എന്ന് പറഞ്ഞാ മതി. അതന്നെയാണ് ശിർക്ക്, തൊട്ട് കാണിക്കാവുന്ന ശിർക്ക്. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവർ വിളിച്ചു തേടി, ലാത്തയെ വിളിച്ചു തേടി. ലാത്തരും സാലിഹായ മനുഷ്യനായിരുന്നു.
അത് അസ്മാഉൽ റിജാലിൻ സാലിഹീന ഫീ ഖൗമി നൂഹ് നബിയുടെ സമുദായത്തിലെ സാലിഹീങ്ങളായ ചില ആളുകളുടെ പേരുകളാണത്. അവർ മരിച്ചപ്പോൾ അവരിരിക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠകൾ വെക്കുവാൻ വേണ്ടി പിശാച് അവർക്ക് ഉത്ബോധനം നൽകിയെന്ന് ആരാണ് പഠിപ്പിക്കുന്നത്? ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അപ്പൊ സാലിഹീങ്ങളുടെ പേരാണത്. സാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതാണ് ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ച അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഒക്കെ ശിർക്കാണ് ചെയ്തതെങ്കിൽ അതിന് തുല്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ശിർക്ക് വരാതിരിക്കൂല. മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇജ്തനിബു സബ്അൽ മുബിക്കാത്ത്, നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടെ വർജിക്കണം. ഒന്നാമത്തേതാ അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടു പോകരുത്. മുസ്ലിമീങ്ങൾ ശിർക്ക് സംഭവിക്കുമെന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? മുസ്ലിമീങ്ങൾ ഒരു വിഭാഗം മുശ്രിക്കുകളുടെ ആചാരങ്ങളോട് ചേരും, മുശ്രിക്കീങ്ങളോട് തന്നെ ചേരും. എന്റെ സമുദായത്തിൽ ദീപാരാധന വരെ ഉണ്ടാകുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ലേ? എന്ന് മാത്രമല്ല, ഇതാ അന്ത്യപ്രവാചകരെ പ്രവചനങ്ങൾ കോടമ്പുഴ ബാബ മൗലവി SYS ബുക്സ് ആണ്. ഇതിന്റെ 109-ാമത്തെ പേജിൽ മുസ്ലിങ്ങൾ ശിർക്കിലേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവത്വത്തിൽ അധിഷ്ഠിതമാകുന്നു ഇസ്ലാം. ഏതോ ആളുകൾ ഏതോ ബിംബാരാധന നടത്തോ ഇല്ലേ എന്നുള്ളതൊന്നല്ല ഇവിടെ വിഷയം. നമ്മൾ ബിംബാരാധന പറ്റിയല്ല ഇവിടുത്തെ ചർച്ച. നമ്മളിവിടുത്തെ ചർച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് എന്നിങ്ങനെ വിളിച്ച് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ ശിർക്കാവോ ഇല്ലെന്നാ. ബിംബാരാധന ശിർക്കാവോ എന്ന് പറയാൻ നമ്മളിവിടെ തർക്കം കൂടാൻ കൂടുവോ മൗലവി? നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ? അതല്ല ഇവിടുത്തെ വിഷയം. കോടമ്പഴ ബാബ മൗലവി ബുക്കിലുണ്ടോ എന്തുണ്ട്? ബിംബാരാധന ശിർക്കാണോ? അതിലെ കാര്യക്കാ തർക്കം. യാ നബിയല്ലാഹ് എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിച്ച വല്ലവരും വിളിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന വിശ്വാസത്തിൽ വിളിച്ചു. يقولون بأفواههم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. അല്ലാഹുവിന് പുത്രനുണ്ടെന്ന വാദം, ആ വാദത്തെ ഖുർആൻ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. ആർക്കാണ് ഇവിടെ തർക്കം? യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിച്ച് വിളിച്ചതിനെ സംബന്ധിച്ചാണ്. സാലിഹീങ്ങളെ പേരായിരുന്നു പണ്ട് വിഗ്രഹങ്ങൾ ആരാധിച്ചവര്. അവര് വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ സാലിഹീങ്ങളെ പേരായിരുന്നു. സാലിഹീങ്ങളെ പേരാണ് ഇത് പിടിക്കാത്തത്. സാലിഹീങ്ങളെ പേരിൽ അവർ ദൈവമാണെന്നാ വിശ്വസിച്ചത്. ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ശിർക്കാണെന്ന് ആർക്കാ തർക്കം? ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ ശിർക്കാണെന്ന് ആർക്കാ തർക്കം? അത് വിളിക്കേണ്ട ആവശ്യമില്ല. അത് വിശ്വസിക്കുമ്പോൾ തന്നെ ശിർക്കായി. വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലല്ലാത്ത വേറൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് തീരുമാനം ശിർക്കായി. അല്ലല്ലാത്ത വേറെ ഒരാളല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളവരുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ശിർക്കായി. പിന്നെ ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല നമ്മളെ തർക്കം. നമ്മളെ തർക്കം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് വിശ്വസിച്ച് ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അല്ലാഹുവിന്റെ റസൂലാണെന്ന നിലക്ക്, അല്ലാഹുവിന്റെ വലിയാണെന്ന നിലക്ക് വിളിച്ച് മഹാന്മാരെ വിളിച്ച് സഹായം ചോദിച്ചാൽ ശിർക്കാകുമെന്നതിന് ഒരൊറ്റ ആയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഹ് ഉണ്ടോ ഹീ ഇല്ലേ ഒരു ചർച്ചയാ. ഹൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ശിർക്കാവൂല എന്നാ ഞാൻ പറഞ്ഞത്. ഹൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ശിർക്കാവൂല. യാ മുഹമ്മദ് എന്ന് ഹ് ഇല്ലാതെ തന്നെ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ ഇവിടെ തെളിയിക്കും. നിങ്ങൾ കിതാബുൽ ഗുന്യത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഇല്ലാതെ നിങ്ങൾ നിഷേധിച്ചാൽ ഇവിടെ വെക്കും ഞാൻ കിതാബ്. കിതാബുൽ ഗുന്യത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആളുകൾ പോയി വിളിച്ച് സഹായം ചോദിക്കണം എന്ന് പറയുന്ന വിഷയം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ കിതാബ് ഞാൻ ഇവിടെ ഹാജരാക്കും. നിഷേധിക്കാൻ തയ്യാറുണ്ടോ? മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ ഇല്ല എന്ന് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇമാം നവവി മുശ്രിക്കാണോ? മുഹീദ്ദീൻ ശൈഖ് ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? അത് അദബുൽ മുഫ്രദിലാണ്. അദബുൽ മുഫ്രദിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ ശിർക്ക്? അദബുൽ മുഫ്രദിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഏത് ഖുർആനിലാണ് ഉള്ളത്? അതുകൊണ്ട് ഇമാം ബുഖാരി മുശ്രിക്കാണോ? ഇബ്നു ഹജർ അസ്ഖലാനി മുശ്രിക്കാണോ? ഇമാം നവവി മുശ്രിക്കാണോ? മുഹീദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഇനിയും ആവർത്തിക്കുന്നു. രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളെ വിളിച്ചു തേടി
അത് ദൈവങ്ങളെ വിളിച്ചു തേടിയ ഏതെങ്കിലും ഒരു മുശ്രിക്ക്, അറേബ്യൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാമോ എന്നാ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയ, പ്രഖ്യാപിച്ചുകൊണ്ട് തേടിയ ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാമോ? ഒരൊറ്റ ഒരാളെ പേരാ ചോദിച്ചു. 19 കൊല്ലായില്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രസംഗിച്ചു കിടക്കുന്നു? ഒരാളെ പേര് പറയാമോ എന്നാ ചോദ്യം. ഈ മഹാന്മാര് മുശ്രിക്കുകളാണോ എന്നാ ചോദ്യം. അവരെ കിതാബുകളിൽ അത് ഇല്ലാന്ന് നിഷേധിക്കൂ. ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് ഹാജറ. ഇല്ലെന്ന് നിഷേധിക്കൂ. ഇല്ല എന്ന് ഉറപ്പിച്ച് പറയൂ നിങ്ങൾ. ഞാൻ ഹാജറ. നിങ്ങൾ ഇതുവരെയും ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. സംവാദത്തിന് വേണ്ടി ഞാൻ 25 കൊല്ലമായി നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ അതിന് അവസരമുണ്ടാകും. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഇമാം നവവി മുശ്രിക്കാണോ? മുഹീദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? അതെ, ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? അത് കിതാബ് അദബുൽ മുഫ്രദിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അതേ അറിയേണ്ടത്. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഒരു ദുർബല ഹദീസ് എടുത്തു കൊടുത്തതിന്റെ പേരിലാണ് ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്. ഇമാം ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സനദ് കൊടുത്തിട്ടുണ്ട്. ആ സനദിലുള്ള അബൂ ഇസ്ഹാഖ് സബീഇ മുദല്ലിസാണ്. മുദല്ലിസിന്റെ അന്നനത്തുള്ള സനദ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ദിമ്മത്തിനകത്ത് ഉത്തരവാദിത്വം തീർന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് സഹിയാണെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ദുർബലമായ ഒരു ഹദീസാണ് അദ്ദേഹം എടുത്തു കൊടുത്തത്. അതുകൊണ്ട് ആ സഹീഹ് ബുഖാരിയിൽ അദ്ദേഹം എടുത്തു കൊടുക്കാത്തത്. അദബുൽ മുഫ്രദിൽ സഹീഹുമുണ്ട്, ലഈഫുണ്ട്. സഹീഹുമുണ്ട്, ലഈഫുണ്ട്. എന്താ പിന്നെ ഉദ്ധരിച്ചത്? അതിനാണ് സനദ് തരുന്നത്. സനദ് തന്നാൽ ഇത് അതാ ഈ സനദിലൂടെ എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതിൽ ഇസ്തിഗാസയില്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക. അപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഉദ്ധരിച്ച യാ മുഹമ്മദ് എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ അതിൽ ഇസ്തിഗാസയുണ്ടെന്ന് വരുത്തി തീർക്കാൻ മുല്ലാലിക്കാരിയെ പിടിച്ചപ്പോ തൊട്ടപ്പുറത്തെ വാചകം ഞാൻ വായിച്ചു. അവിടെ ഇസ്തിഗാസല്ല മുസ്ലിയാരെ, അവിടെ യാ മുഹമ്മദ് എന്ന് നുതുബയാണ്. യാ എന്ന് ആദ്യവും ആ അവസാനവും പറഞ്ഞാൽ നുതുബയാണത്. നുതുബയിൽ ഒരിക്കലും തന്നെ പ്രാർത്ഥനയില്ല. നുതുബയിൽ പ്രാർത്ഥനയില്ല. നിങ്ങൾ ഇവിടെ 3 എണ്ണം വായിച്ചു. 3 എണ്ണത്തിൽ ഇബ്നു സുന്നിയുടെ 2 റിവായത്ത്, 2ഉം കള്ള റിപ്പോർട്ട്, 2ഉം തെളിവിന് കൊള്ളാത്തത്. പ്രമാണം ഒന്ന് വായിച്ചു നോക്കണമെന്ന് മുസ്ലിയാരോട് പറയാണ്. ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം സഹീഹായ ഹദീസ്. ഞാൻ ഇത്ര തവണ പറഞ്ഞിട്ടും അബൂ ഇസ്ഹാഖ് സബീഇ എന്ന മുദല്ലിസിന്റെ റിവായത്ത്, മുദല്ലിസായ റാവി അൻഅനത്തോടെ ഉദ്ധരിച്ചത്, തെളിവിന് കൊള്ളാത്തത്, അതാണ് ഇവിടെ ഉദ്ധരിച്ചത്. അബൂ ഇസ്ഹാഖ് സബീഇ മുദല്ലിസായ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് സംസാരിക്കാം. അതുകൊണ്ട് ഇമാം ബുഖാരി മുശ്രിക്കാണോ നവവി മുശ്രിക്കാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്, അവരാരെങ്കിലും അല്ലാഹു അല്ലാഹു വിളിച്ച് പ്രാർത്ഥിച്ചത് അവർക്ക് വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഏതെങ്കിലും സഹിയായ ഹദീസ് ഉദ്ധരിച്ച് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് അവർ പറഞ്ഞിട്ടും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ മാത്രമേ അവർ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് നിങ്ങളുടെ വാദത്തിന് അർത്ഥമുള്ളൂ. റസൂലുള്ളാഹിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച ഒരാളെങ്കിലും അല്ലാഹു അല്ലാഹു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുണ്ടോ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ സഹാബി അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കൂല എന്നല്ല ഞങ്ങളും പറയുന്നത്. ഒരൊറ്റ സഹാബി വിളിച്ചിട്ടില്ല. റസൂലിന്റെ കാലത്ത് വരുമ്പോ സഹാബികളാണല്ലോ. ഒരൊറ്റ സഹാബിയും മരിച്ചവരെ വിളിച്ച് നേടിയിട്ടില്ല. അള്ളാന്റെ റസൂൽ എത്ര ദുആ ഇവിടെ പഠിപ്പിച്ചു അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് ദുആ, പള്ളി പ്രവേശിക്കുമ്പോ ദുആ, പുറത്തു വരുമ്പോ ദുആ, കക്കൂസ് പോകുമ്പോ ദുആ, പുറത്തു വരുമ്പോ ദുആ, പുതിയ വസ്ത്രം ധരിക്കുമ്പോ ദുആ, മാസപ്പിറവി കണ്ടാൽ ദുആ. ഒരൊറ്റ ദുആയും മരിച്ചുപോയ അമ്പിയാക്കളോടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കുമ്പോഴും എല്ലാം അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് ഒരൊറ്റ സഹാബി അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പിന്നെ പറയുന്നത് ബിംബാരാധനയല്ല നമ്മളെ ചർച്ച. ബിംബാരാധനയിലേക്ക് തന്നെയാണ് നമ്മളെ ചർച്ച. ബിംബം എന്ന് പറഞ്ഞ കൂണ് പോലെ പൊട്ടി മുളക്കണതല്ല. അതിനാ ഞാൻ വദ്ദിന്റെ സുവായിന്റെ കാര്യം എടുത്തത്. അസ്മാഉ റിജാലിൻ സാലിഹീന ഫീ ഖൗമിനൂൻ, നൂഹ് നബിയുടെ ജനതയിലെ സാലിഹീങ്ങളായ മനുഷ്യന്മാരെ പേരാണ്. അവർ മരിച്ചപ്പോൾ അവരിരിക്കുന്ന സ്ഥാനത്ത് ആദ്യ പ്രതിഷ്ഠ വെക്കാൻ വേണ്ടി പിശാച് കൽപ്പിച്ചു. ആ തലമുറയിൽ ആരാധിക്കപ്പെട്ടില്ല. എന്തിനു വേണ്ടിയാണ് പ്രതിഷ്ഠ വെച്ചത്? ഓർക്കാൻ വേണ്ടി. ആ വിഷയം തേഞ്ഞു മാഞ്ഞപ്പോൾ അടുത്ത തലമുറയിൽ ആരാധിക്കപ്പെട്ടു. അപ്പൊ മഹാന്മാർ ആരാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബിംബമുണ്ട്. നിങ്ങളുടെ ബിംബമാണ് കടത്തിയിട്ട ചാരം.
ബിംബാരാധന തന്നെയാണ് ചർച്ചാ വിഷയം. ബിംബാരാധന ചർച്ചാ വിഷയമല്ലെന്ന് പറയണ്ട. മക്ക മുസ്ലിംകൾ ബിംബങ്ങൾ ആരാധിച്ചത് ബിംബമാകുന്ന കല്ല് സഹായിക്കും, അല്ലെങ്കിൽ ബിംബമാകുന്ന മരം സഹായിക്കും എന്ന വിശ്വാസത്തിലല്ല. കല്ലുകൊണ്ടും മരം കൊണ്ടും കൊത്തിയുണ്ടാക്കപ്പെട്ട ബിംബം മഹാന്മാരുടെ പേരിൽ സ്ഥാപിച്ചതാണ്. ആ മഹാന്മാർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസത്താലാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. അത് തന്നെയാണ് നിങ്ങളും പറയുന്നത്. അല്ല ട്രാൻസ്ഫോർമർ പോലെയാണ്, നമുക്ക് നേരിട്ട് വേർക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഇവരോട് വേർക്കാം, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അമർത്തങ്ങളൊന്നും അല്ലാഹുവിനെ പോലെ തള്ളേ ഞങ്ങൾ വിശ്വസിക്കില്ല. ഓലൊക്കെ നമുക്ക് ശഫാഅത്ത് ചെയ്യും അല്ലാഹുവിന്റെ അടുത്ത്. എന്റെ മുരീദിന് ഞാൻ ശാഫി എന്നോവർ, അതാങ്ങളുടെ വാദം. അതുകൊണ്ട് ബിംബാരാധന ചർച്ചയല്ല എന്ന് പറയണ്ട. പിന്നെ ഈസാ നബി, മലക്കുകള്, ജിന്നുകള് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? ഫലാ യംലികൂന കശ്ഫൻ ദുരിഅൻകും വലാ തഹവീല. നബിയാന്ന് വിശ്വസിച്ചാൽ കയ്യും, അത് ദൈവാന്ന് വിശ്വസിച്ചാൽ കയ്യൂല. അങ്ങനെയുണ്ടോ? അല്ലാഹുവിന്റെ പുറമെ സഹായികളെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരെ